സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോസി വാകമറ്റം എഴുതിയ നോവൽ തടങ്കൽപ്പാളയം തുടരുന്നു. ഭാഗം 27. ഞാൻ ആദ്യമൊന്നും പറഞ്ഞില്ല വിന്നിച്ചായ. അപ്പോഴാ ജോഷിച്ചായൻ എന്നോട് പറഞ്ഞത്, ഔസേപ്പച്ചൻ 2 ദിവസമായി സ്ഥലത്തില്ലെന്നും എവിടെയാണെന്നറിയില്ലെന്നും ഒരുപക്ഷെ ഔസേപ്പച്ചൻ സെബാസ്റ്റ്യനെ വകവരുത്തിയേക്കാൻ സാധ്യതയുണ്ടെന്നും പറഞ്ഞു. അതിനിടയിലേക്കെങ്ങാനും ചെന്നു പെട്ടുപോയാൽ വിന്നിച്ചായൻ്റെ ജീവൻ അപകടത്തിലാകുമെന്ന് സൂചിപ്പിക്കുകയും ചെയ്തു. സെബാസ്റ്റ്യൻ എവിടെയുണ്ടെന്ന് സീമ ജോഷിച്ചായനോട് പറഞ്ഞോ? സോറി വിന്നിച്ചായ, ഞാനത് പറഞ്ഞുപോയി. അത് വേണ്ടിയിരുന്നില്ല. വിൻസെൻറ്റിൻ്റെ ശബ്ദം കനത്തത് സീമയ്ക്ക് മനസ്സിലായി. സെബാസ്റ്റ്യനെ തേടി ജോഷിച്ചായനും സംഘവും ഡോബിയാക്കി ഖാനിൽ എത്തിയിരുന്നു. എപ്പോൾ? സെബാസ്റ്റ്യനെ രക്ഷപ്പെടുത്തിക്കൊണ്ട് ഡോബിയാക്കി ഖാനിൽ നിന്ന് ഓടിയ നിങ്ങളെ ഔസേപ്പച്ചനും കൂട്ടരും പിന്തുടർന്ന് വന്നില്ലേ? ആ സമയത്താണ് ജോഷിച്ചായനും കൂട്ടരും ചെന്നത്. കാട്ടിലെ റോഡിൽ വെച്ച് ജോഷിച്ചായൻ ഔസേപ്പച്ചനെയും കൂടെയുണ്ടായിരുന്ന ചിലരെയും പിടികൂടി. തക്ക സമയത്ത് ജോഷിച്ചായൻ വന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഔസേപ്പച്ചൻ്റെ കയ്യിൽപ്പെടാതെ രക്ഷപ്പെടാൻ കഴിഞ്ഞതെന്ന് ജോഷിച്ചായൻ പറയുന്നു. സത്യമാണോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മറുവശത്ത് മിണ്ടാട്ടമില്ല. ഹലോ വിന്നിച്ചായൻ, എന്താ ഒന്നും പറയാത്തേ? അത് സത്യമാണ് സീമേ. ഇനി പറ. ഞാൻ ജോഷിച്ചായനോട് സെബാസ്റ്റ്യൻ എവിടെയുണ്ടെന്ന് പറഞ്ഞത് തെറ്റായിപ്പോയോ? മറുപടിയില്ല. വിന്നിച്ചായ, സോറി സീമേ. എന്തിനാ സോറി പറയുന്നേ? തലമുടിനാരിൻ്റെ വ്യത്യാസത്തിലാണ് ഞങ്ങൾ ഔസേപ്പച്ചൻ്റെ പിടിയിലകപ്പെടാതെ രക്ഷപ്പെട്ടത്. മിക്കവാറും കുടുങ്ങിയതായിരുന്നു. അപ്പോഴാണ് 2 ജീപ്പുകൾ ഔസേപ്പച്ചനെതിരെ വന്ന് അയാളുടെ വണ്ടിയുടെ വഴി മുടക്കിയത്. ജോഷിച്ചായൻ എന്നെ ഫോണിൽ വിളിച്ചു പറഞ്ഞു. ഒരു തവണ കൂടി സോറി പറഞ്ഞോട്ടെ? എന്തിന്? ജോഷിച്ചായനോട് എല്ലാം തുറന്നു പറഞ്ഞു എന്ന് കേട്ടപ്പോൾ ഒരു നിമിഷത്തേക്കെങ്കിലും എനിക്ക് നിന്നോട് ദേഷ്യം തോന്നിപ്പോയി. നിന്നോടെന്നോ? തെല്ല ആശ്ചര്യത്തിലും സന്തോഷത്തിലും സീമ ചോദിച്ചു. കൊഞ്ചാനൊന്നും നേരമില്ല പെണ്ണേ. കാറിനടിയിൽ കിടക്കുന്ന ചരക്കിന് ജീവനുണ്ടോയെന്നറിയില്ല. ടൗൺ വിട്ടിട്ട് വേണം ഒന്ന് ചെക്ക് ചെയ്യാൻ. ജോഷിച്ചായൻ ഇപ്പോൾ എവിടെയുണ്ട്? ഞങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ടോ? ഇന്നലെ വരെ ഇല്ല. ഇന്നലെ കോട്ടായിന്ന് എന്നെ വിളിച്ചിരുന്നു. വിന്നിച്ചായനെ സെബാസ്റ്റ്യനെ സ്വന്തം മിടുക്കുകൊണ്ട് പിടികൂടണമെന്ന് ജോഷിച്ചായനൊരാഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ ആങ്ങളെയാണേലും പോലീസുകാരനല്ലേ. അപ്പോൾ ഞങ്ങൾ പോന്നൂന്ന് ജോഷിച്ചായൻ അറിഞ്ഞു അല്ലേ? കോട്ടാഡാം റോഡിൽ കേടായി കിടന്ന കാർ രാത്രിയിൽ എപ്പോഴോ അപ്രത്യക്ഷമായി എന്ന് അന്വേഷിച്ചാൽ അറിയില്ലേ? ഞങ്ങൾ വരുന്ന വഴിക്ക് ഗുജറാത്തിൽ വെച്ച് പോലീസ് ചെക്കിംഗ് ഉണ്ടായി. ജോഷിച്ചായൻ ട്രേസ് ചെയ്തതാണോന്ന് ഒരു സംശയം. എന്നിട്ട് സീമ തന്ന പ്രസ് സ്റ്റിക്കറും ID കാർഡുമൊക്കെ കാണിച്ച് കഷ്ടിച്ച് തലയൂരി. ജോഷിച്ചായൻ അങ്ങനെ ചെയ്യുമോ? എന്തായാലും രക്ഷപ്പെട്ടല്ലോ. ഞങ്ങളങ്ങോട്ട് വരികയാ. ഞാനിവിടെ റിപ്പോർട്ടൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വിന്നിച്ചായൻ ഇവിടെ എത്തുന്ന താമസമേയുള്ളൂ. റിപ്പോർട്ട് പൂർത്തിയാക്കാൻ വരട്ടെ. ഇന്ന് രാത്രി എൻ്റെ വക ഒരു ചോദ്യം ചെയ്യലുണ്ട്. ആരെ? സെബാനെ. പിന്നീട് വിളിച്ചു പറയാം. ഓക്കെ. സീമ ഫോൺ ഓഫാക്കി മേശപ്പുറത്ത് വെച്ചിട്ട് എഴുന്നേറ്റു. ഒരു ന്യൂസ് പാഡും കയ്യിൽ പിടിച്ച് ലോക്കൽ ഡെസ്കിലേക്ക് പോവുകയായിരുന്ന വിനോദ് സീമയെ ഒരു നിമിഷം നോക്കി നിന്നിട്ട് ചോദിച്ചു, എന്താടോ ഇത്ര വലിയ സന്തോഷം? ലോട്ടറി അടിച്ചോ? ആ, അടിച്ചു. എടോ, ഗോവയിൽ നിന്ന് തൃശ്ശൂരെത്താൻ എത്ര മണിക്കൂർ എടുക്കും? കപ്പലേലോ വിമാനത്തേലോ? കുന്തത്തേൽ. ഓ, അതിലാവുമ്പം ഏതാണ്ട്. തമാശയല്ല വിനോദേ. കാറിലാണെങ്കിൽ എത്ര മണിക്കൂർ വേണ്ടി വരും? കാറിലാവുമ്പോൾ വിനോദ് മനക്കണക്ക് കൂട്ടി തുടങ്ങി. പാലത്തിനിപ്പുറം നദിക്കരയിലേക്ക് തിരിയുന്ന കല്ലും മണലും നിറഞ്ഞ പാതയിലേക്ക് വിൻസെൻ്റ് വണ്ടി തിരിച്ചു. ലക്കൻ സിംഗ് ചോദ്യഭാവത്തിൽ അയാളെ നോക്കി. വാഹനങ്ങൾ കഴുകാൻ വേണ്ടിയും മണൽ ലോഡ് ചെയ്യാൻ വേണ്ടിയും പോകുന്ന വഴിയായിരുന്നു അത്. കാർ നദിക്കരയിൽ ചെന്ന് നിന്നു. ഹെഡ്ലൈറ്റുകൾ അണച്ച ശേഷം വിൻസെൻ്റ് ഡോർ തുറന്ന് പുറത്തിറങ്ങി. പിറകെ രാംലക്കനും ഇറങ്ങി. നദിയിലെ ഓളപ്പാത്തികളിൽ നിലാവ് വെട്ടി തിളങ്ങുന്നുണ്ടായിരുന്നു. നദിയിൽ അങ്ങിങ്ങ് ചെറിയ മൺതുരുത്തുകൾ കാണാമായിരുന്നു. നദിക്കരയിൽ അങ്ങിങ്ങ് കോരിക്കൂട്ടിയിട്ടിരുന്ന മണൽക്കൂനകൾ കാണാനുണ്ട്. മുജെ നഹാനാ ഹേ, ഓ ഇസ്കോ നഹലാനാ ദിയേ. ഒന്ന് കുളിക്കണം, അവനെയും കുളിപ്പിക്കണം, വിൻസെൻ്റ് ലക്കൻ സിംഗിനോട് പറഞ്ഞു. ബാക്ക് ഡോർ തുറന്ന് വിൻസെൻ്റ് ബാക്ക് സീറ്റിൻ്റെ ലോക്ക് മാറ്റി. മൂടി മലർത്തിയപ്പോൾ മലമൂത്ര വിസർജ്യ നാറ്റം മൂക്കിലടിച്ചു. വിൻസെൻ്റ് രാംലക്കനെ സഹായത്തിന് വിളിച്ചു. 2 പേരും കൂടി സെബാസ്റ്റ്യനെ തൂക്കിയെടുത്ത് വെളിയിലിട്ടു. 2 ദിവസമായി ഒരേ കിടപ്പ് കിടന്ന അയാളുടെ ശരീരം തടി പോലെയായി തീർന്നിരുന്നു. തീരെ അവശനുമായിരുന്നു അയാൾ. വിൻസെൻ്റ് അയാളുടെ കൈകാലിലെ കെട്ടുകൾ അഴിച്ചു മാറ്റി. ആ അവസ്ഥയിൽ ഓടിപ്പോകാനെന്നല്ല, തനിയെ എഴുന്നേറ്റ് നിൽക്കാൻ പോലും അശക്തനായിരുന്നു സെബാസ്റ്റ്യൻ. അയാളുടെ കൈകാലുകൾ ആദ്യമൊന്നും വഴങ്ങാൻ കൂട്ടാക്കിയില്ല. ലക്കൻ സിംഗ് ടോർച്ചടിച്ച് നദിയുടെ ആഴമില്ലാത്ത ഭാഗം കണ്ടുപിടിച്ചു. വിൻസെൻ്റ് സെബാസ്റ്റ്യനെ വെള്ളത്തിലേക്ക് തള്ളിയിട്ടു. മലമൂത്ര വിസർജ്യങ്ങൾ പുരണ്ട അയാളുടെ വസ്ത്രങ്ങൾ അഴിച്ച് നദിയിലൂടെ ഒഴുക്കിക്കളയാൻ നിർദ്ദേശിച്ചു.
കുറേ സമയം വെള്ളത്തിൽ കിടന്നപ്പോൾ സെബാസ്റ്റ്യന് അല്പം ഉണർവ് കിട്ടി. ലക്കൻ സിംഗ് സെബാസ്റ്റ്യനെ ശപിച്ചുകൊണ്ട് ബക്കറ്റിൽ വെള്ളം കോരി ബാക്ക് സീറ്റിനടിയിലുള്ള അറ കഴുകി വൃത്തിയാക്കിക്കൊണ്ടിരുന്നു. കുളിച്ചു വന്ന സെബാസ്റ്റ്യന് വിൻസെൻ്റ് തൻ്റെ ബാഗിൽ നിന്ന് ഒരു ജോഡി വസ്ത്രങ്ങൾ എടുത്തു കൊടുത്തു. അവ ധരിക്കാൻ അയാളെ സഹായിച്ചു. സെബാസ്റ്റ്യന് കലശലായ വിശപ്പുണ്ടായിരുന്നു. അയാൾ ഭക്ഷണം ആവശ്യപ്പെട്ടു. നീ അതൊന്നും തിന്നണ്ട, വാരി വലിച്ച് തിന്നിട്ട് വേണം കാറ് വൃത്തികേടാക്കാൻ. ജീവൻ കിടക്കാൻ മാത്രം എന്തെങ്കിലും തരും, വിൻസെൻ്റ് പറഞ്ഞു. ലക്കൻ സിംഗ് ബാങ്കോ ജ്യൂസിൻ്റെ പാക്കറ്റ് എടുത്ത് സെബാസ്റ്റ്യന് കുടിക്കാൻ കൊടുത്തു. തിന്നാൻ മോഡേൺ ബ്രെഡിൻ്റെ 2-3 കഷ്ണങ്ങളും കൊടുത്തു. വിൻസെൻ്റ് നദിയിലേക്ക് ഇറങ്ങി നന്നായി മുങ്ങിക്കുളിച്ചു. അയാൾ കരയ്ക്ക് കയറി വേഷം മാറി. അതിനുശേഷം ലക്കൻ സിംഗ് കുളിക്കാനിറങ്ങി. വിൻസെൻ്റ് ഒരു സിഗരറ്റ് പുകച്ചുകൊണ്ട് സെബാസ്റ്റ്യൻ്റെ മുന്നിൽ ചെന്നിരുന്നു. ഒരു സിഗരറ്റ് എനിക്കും താ, സെബാസ്റ്റ്യൻ പറഞ്ഞു. വിൻസെൻ്റ് താൻ വലിച്ചു പകുതിയാക്കിയ സിഗരറ്റ് അയാൾക്ക് കൊടുത്തു. ഇനി പറ, നമ്മൾ തമ്മിൽ പിരിഞ്ഞിട്ട് കുറേ കാലമായല്ലോ. നിനക്ക് ഒരുപാട് വിശേഷങ്ങൾ പറയാൻ കാണും. പറ കേൾക്കട്ടെ. സെബാസ്റ്റ്യൻ സിഗരറ്റ് ആഞ്ഞു വലിച്ചിട്ട് ആർത്തിയോടെ പുക ഉള്ളിലേക്ക് എടുത്തുകൊണ്ടിരുന്നു. ഒടുവിൽ ഫിൽറ്റർ കരിയുന്ന മണം വന്നു തുടങ്ങിയപ്പോൾ വിൻസെൻ്റ് അയാളുടെ കയ്യിൽ നിന്ന് സിഗരറ്റ് തട്ടിക്കളഞ്ഞു. പറയടാ, നിന്നെ വിശ്വസിച്ച് 8 ലക്ഷം രൂപ നിനക്ക് കടം തന്നു എന്നൊരു തെറ്റല്ലേ ഞാൻ ചെയ്തുള്ളൂ. അതിൻ്റെ പേരിൽ ഞാൻ എന്തൊക്കെ അനുഭവിച്ചെന്ന് നിനക്കറിയാം. ഞാനത് വിശദീകരിക്കുന്നില്ല. പറ, ആ 8 ലക്ഷം രൂപയെന്ന് നമുക്ക് തുടങ്ങാം. എൻ്റെ പെങ്ങളെ കെട്ടിക്കാൻ വേണ്ടി ഫിക്സഡ് ഡിപ്പോസിറ്റ് ആയിട്ട് ബാങ്കിലിട്ടിരുന്ന കാശായിരുന്നു അത്. അതും നിനക്കറിയാം. നിന്നെ ഒരാങ്ങളെപ്പോലെ കരുതിയിരുന്ന അവിടെ നിന്ന് ജീവിച്ചിരിപ്പില്ല. സെബാസ്റ്റ്യൻ പൊടുന്നനെ തേഞ്ഞു കരയാൻ തുടങ്ങി. വിൻസെൻ്റ് പെട്ടെന്ന് അയാളുടെ മുടിക്ക് കുത്തിപ്പിടിച്ചു. നിന്റെ കള്ളക്കരച്ചിലൊന്നും എനിക്ക് കാണണ്ട. നിനക്ക് 10 ജീവനുണ്ടായിരുന്നെങ്കിൽ 10 വിധത്തിൽ നിന്നെ ഞാൻ കൊന്നേനെ. തീയിലിട്ട് ചുട്ടും വെള്ളത്തിൽ മുക്കിയും കറണ്ടടുപ്പിച്ചും വിഷം കുത്തിവെച്ചും കയറിൽ കെട്ടിത്തൂക്കിയും ചങ്കിൽ കഠാര കയറ്റിയും നിന്റെ തലയിൽ കൂടെ തീവണ്ടി ഓടിച്ചും വിമാനത്തേന്ന് ഭൂമിയിലേക്ക് തള്ളിയിട്ടും ജീവനോടെ മണ്ണിനടിയിൽ കുഴിച്ചിട്ടും നിന്റെ ശരീരത്തിൽ ബെൽറ്റ് ബോംബ് കെട്ടിവെച്ച് പൊട്ടിച്ചും വെടിവെച്ചും കൊന്നേനെ. എന്നാലും നിന്നോടുള്ള പക തീരില്ലെനിക്ക്. അവൻ്റെ സ്വരം വിറച്ചു. സെബാസ്റ്റ്യൻ ഭീതിയോടെ വിൻസെൻറ്റിൻ്റെ മുഖത്തേക്ക് നോക്കി. എല്ലാം പറഞ്ഞു. ഒരു തടസ്സം വന്നാൽ ചിലപ്പോൾ നിന്നെ ഞാൻ കൊന്നുപോകും. കോപതാപങ്ങളാൽ ഉന്മാദാവസ്ഥയിൽ എത്തിയിരുന്നു വിൻസെൻ്റ്. ഒന്നും വിട്ടുകളയരുത്. എൻ്റെ കുടുംബവും ജീവിതവും തകർക്കാനുള്ള ഐഡിയ ആരുടെ തലയിലാണ് പൊട്ടിമുളച്ചത്? നിൻ്റെയോ ഔസേപ്പച്ചൻ്റെയോ? നാഗരാജിനെ കൊന്നതാര്? റോസ്മേരിയെ കൊന്നതാരാ? ഔസേപ്പച്ചനോ നീയോ? എല്ലാം എനിക്കറിയണം. 1 മുതൽ തുടങ്ങിക്കോ. വിൻസെൻ്റ് ഒരു സിഗരറ്റ് എടുത്ത് കൊളുത്തി 4-5 തവണ ആഞ്ഞു വലിച്ചിട്ട് സിഗരറ്റിൻ്റെ കനൽക്കുത്ത് സെബാസ്റ്റ്യൻ്റെ കണ്ണിന് നേർക്ക് നീട്ടി. പറയാം, ഞാൻ എല്ലാം പറയാം. സെബാസ്റ്റ്യൻ പേടിയോടെ തല പിന്നോട്ട് മാറ്റി. രാവിലെ മുതൽ സെൽഫോണും കയ്യിൽ പിടിച്ച് ടെറസിൽ കൂടി അക്ഷമയോടെ നടക്കുകയാണ് സീമ ജോൺസ്. ഇന്ന് വിൻസെൻ്റ് വിളിക്കേണ്ടതാണ്. ഇതുവരെ വിളിച്ചിട്ടില്ല. അവൾക്ക് ആശങ്ക പെരുകി. 9:20 ആയപ്പോൾ സെൽഫോണിന് ജീവൻ വെച്ചു. ഹലോ വിളി കേട്ടപ്പോഴേ മനസ്സിലായി. കാത്തുകാത്തിരുന്ന സ്വരം തന്നെ. എവിടെ എത്തി വിന്നിച്ചായ? മംഗലാപുരത്ത്. വിൻസെൻറ്റിൻ്റെ മറുപടി വന്നു. കുഴപ്പമൊന്നുമില്ലല്ലോ ഇതുവരെ? ഇല്ല. എത്ര മണിക്ക് എത്തും തൃശ്ശൂരിൽ? രാത്രി 12 കഴിയും. സെബാസ്റ്റ്യനെ ചോദ്യം ചെയ്തോ? ഇന്ന് തുടങ്ങി വെച്ചതേയുള്ളൂ. ഓരോന്നും ചോദിച്ചും പറഞ്ഞും തീരുമ്പോഴേക്കും ടൂറിസ്റ്റുകളുടെ ഒരു സംഘം നദിക്കരയിൽ കൊണ്ടുവന്ന് വണ്ടി നിർത്തി. ഞങ്ങൾ അപ്പോൾ തന്നെ അവിടുന്ന് പോന്നു. ഞാനിവിടെ ചില സൗകര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. വിന്നിച്ചായനെ ഞാൻ എങ്ങനെ കാണും? എവിടെ വെച്ച് കാണും? സ്ഥലം സീമ തന്നെ നിശ്ചയിച്ചാൽ മതി. ഞങ്ങളുടെ പത്രമോഫീസിന് മുന്നിൽ വെച്ചായാലോ? ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാം. അല്ലാതെ രാത്രി 1 മണിക്കും മറ്റും ഞാൻ എവിടെ പോയി നിൽക്കും? ഓക്കെ, ഞാൻ അവിടെ എത്തിക്കോളാം. അതിനു മുമ്പ് ഒന്നുകൂടി വിളിക്കാൻ ശ്രമിക്കാം. ശരി. ഹാൻഡ്സെറ്റ് ഓഫ് ചെയ്തിട്ട് സീമ തൻ്റെ മുറിയിലേക്ക് പോയി. ഉടൻ തന്നെ വേഷം മാറി താഴെ വന്ന് താൻ ഓഫീസിലേക്ക് പോവുകയാണെന്ന് പപ്പയോടും അമ്മയോടും പറഞ്ഞ് അവൾ കൈനറ്റി ഹോണ്ടയിൽ ടൗണിലേക്ക് തിരിച്ചു. ഓഫീസിലെത്തിയ ഉടൻ നീരജയെ കണ്ടു. എനിക്ക് നിൻ്റെ ഫ്ലാറ്റ് ഇന്ന് രാത്രി ഒന്ന് വിട്ടുകിട്ടണം. എന്താ സംഗതി? സീക്രട്ട് ഇൻ്റർവ്യൂ. ആരുമായിട്ട്? അത് ഞാൻ പിന്നീട് പറയാം. ആള് വലിയൊരു ക്രിമിനലാണെന്ന് മാത്രം തൽക്കാലം അറിഞ്ഞാൽ മതി. ക്രിമിനൽ? പിന്നെ എന്ത് ധൈര്യത്തിലാണ് നീ രാത്രിയിലൊക്കെ ഇൻ്റർവ്യൂ നടത്തുന്നത്? എൻ്റെ കൂടെ ഒരു ടീമുണ്ടാവും. ആരൊക്കെ? വിമൻസ് മാഗസിൻ്റെ ഫോട്ടോഗ്രാഫർ അനിത ശർമ്മ, പിന്നെ ഒരു വീഡിയോഗ്രാഫർ. നിനക്ക് ഫ്ലാറ്റ് വിട്ടു തന്നിട്ട് ഞാൻ എന്ത് ചെയ്യണം? ധൈര്യമുണ്ടെങ്കിൽ എൻ്റെ കൂടെ നിൽക്ക്. അല്ലെങ്കിൽ ആമ്പുള്ളവർക്ക് പോ നിൻ്റെ വീട്ടിൽ. എങ്ങനെ പോകും ഞാൻ? എൻ്റെ കൈനറ്റിക്ക് എടുത്തോ. ഞാൻ തനിച്ചോ? എനിക്ക് വയ്യ. രാത്രി 10 മണി കഴിയും ഡ്യൂട്ടി തീരാൻ. ഞാൻ നിന്നെ കൊണ്ടുവിട്ടിട്ട് തിരിച്ചു പോന്നോളാൻ. നീ തനിച്ചല്ലേ ഉള്ളൂ തിരിച്ചു പോരാൻ. എനിക്ക് പേടിയൊന്നുമില്ല. എനിക്ക് പേടിയുണ്ട് നിന്നെ തനിച്ചു വിടാൻ. ഇതാകെ കുഴഞ്ഞല്ലോ. പൊന്നു മോളെ, എന്തോ കാര്യമെന്ന് പറ.
ഞാനും നിൻ്റെ കൂടെ നിൽക്കാം. ഇത്തിരി കുഴപ്പം പിടിച്ച കേസാ. തല വെട്ടിപ്പോകുമോ? അതേതായാലുമില്ല. പക്ഷേ സംഗതി ലേശം സാഹസികമാണ്. അതിസാഹസം, അപകടം. നീ ആരെയാ പെണ്ണെ ഇൻ്റർവ്യൂ ചെയ്യാൻ പോണത്? ഏത് ക്രിമിനൽ? വീരപ്പനോ ബിൻലാദനോ? എനിക്ക് ആ ഫ്ലാറ്റിൽ ഇനിയും താമസിക്കേണ്ടതാ. നിന്റെ ഫ്ലാറ്റിന് ഞാനൊരു ദോഷവും വരുത്തില്ല. ഗ്യാരൻ്റി എഴുതി തരാം. പോരെ? വേറൊരു കുഴപ്പമുണ്ട്. നാളെ കാലത്ത് വന്ദന വരും. അവൾക്ക് ചാവി കൈമാറണം. അതിനു മുമ്പ് നമ്മുടെ ജോലി കഴിയും. നമ്മുടെ നീയല്ലേ പറഞ്ഞത് എൻ്റെ കൂടെ നിൽക്കാമെന്ന്? ശരി, സമ്മതിച്ചു. നിന്റെ കൂടെ ഈ ഒരു രാത്രി അഡ്വഞ്ചറിന് ഇറങ്ങിത്തിരിച്ചതിൻ്റെ പേരിൽ ജീവിതം കോഞ്ഞാട്ടയായി പോകുന്നെങ്കിൽ പോകട്ടെ. 6 മണിയോടുകൂടി നീരജയുടെ കയ്യിൽ നിന്നും ഫ്ലാറ്റിൻ്റെ താക്കോലും വാങ്ങി സീമ പുറത്തേക്ക് പോയി. അവൾ തിരിച്ചു വന്നപ്പോൾ മണി 10. എവിടെ പോയി? നീരജ ചോദിച്ചു. പറഞ്ഞിട്ടല്ലേ പോയത്, ഫ്ലാറ്റിൽ. അല്ല, ഇത്രയും സമയം നീ അവിടെ കിടന്ന് ഉറങ്ങുമായിരുന്നോ? അവിടെ ചിലതൊക്കെ അറേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു. സമയം 12:15 സീമയ്ക്ക് വിൻസെൻറ്റിൻ്റെ കോൾ വന്നു. തൃശ്ശൂരേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 10 മിനിറ്റിനുള്ളിൽ പറഞ്ഞ സ്ഥലത്തെത്തും. സീമയുടെ ശ്വാസഗതി ഏറി. ജാഗ്രതയുടേതായ ഒരു മുറുക്കം എല്ലാ ഞരമ്പുകളിലും. വിൻസെൻ്റ് അവൻ്റെ ജീവിതം ദേശങ്ങൾക്കപ്പുറത്തു നിന്ന് വേട്ടയാടി പിടിച്ച് തിരിച്ചു കൊണ്ടുവരികയാണ്. അടിമുടി ഒരു ഉന്മാദം, ത്രസിപ്പ്. സീമ നീരജയെയും വിളിച്ചുകൊണ്ട് ഓഫീസിൽ നിന്നിറങ്ങി. കൈനറ്റിക് ഹോണ്ട കോമ്പൗണ്ടിന് വെളിയിൽ റോഡരികിൽ കൊണ്ടുവന്നു. എന്നിട്ട് റോഡരികിൽ തന്നെ കാത്തു നിന്നു. ആർക്കു വേണ്ടിയായി കാത്തിരിപ്പ്? നീരജ ചോദിച്ചു. പോരാളി വരാനുണ്ട്. എന്തു പോരാളി? നമ്മൾ പുരാതനമായ കഥകളിലൊക്കെ വായിച്ചിട്ടില്ലേ, ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യുന്ന അമാനുഷരായ പോരാട്ടവീരന്മാരുടെ കഥ? അല്ലെങ്കിൽ ചെകുത്താൻ കോട്ടയിൽ ഒറ്റയ്ക്ക് പോയി ഭൂതം കാക്കുന്ന നിധി അടിച്ചെടുത്തുകൊണ്ട് തിരിച്ചു വരുന്ന ധീരൻ്റെ കഥ. അതുപോലെ ഒരാൾ. ഒരു കുസൃതിച്ചിരിയോടെ സീമ പറഞ്ഞു. നീ എന്തൊക്കെയായി പറയുന്നേ? വട്ടായി പോയോ നിനക്ക്? സീമ അപ്പോഴും പുഞ്ചിരിച്ചതേ ഉള്ളൂ. അവൾ ഇടയ്ക്കിടെ വാച്ചിൽ നോക്കി. 10 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകുന്ന ഓരോ കാറുകളും അവളിൽ പ്രതീക്ഷയുണർത്തി. ഒടുവിൽ ഒരു വെളുത്ത അംബാസഡർ കാർ കൈനറ്റിക് ഹോണ്ടയ്ക്ക് അരികെ വന്നു നിന്നു. ദൂരദേശങ്ങളുടെ പൊടി പുരണ്ട കാർ. സീമ വീർപ്പടക്കി നിൽക്കെ ഡോർ തുറന്ന് വിൻസെൻ്റ് പുറത്തിറങ്ങി. കണ്ണിമയ്ക്കാതെ അവനെ തന്നെ നോക്കി. അവൻ്റെ മുഖത്ത് വിജഗീഷുവിൻ്റെ ചിരി. തൂക്കുമരത്തിൻ ഒരു മുഴം കയറിൽ ഒടുങ്ങിത്തീരുമായിരുന്ന ജീവിതം പൊരുതി വീണ്ടെടുത്തവൻ്റെ ചിരി. സീമ ഓടിയെന്നോണം അവൻ്റെ അടുത്ത് ചെന്നു. അവൻ്റെ നേർക്ക് കൈ നീട്ടി. വിൻസെൻ്റ് ആ കരം പിടിച്ചുയർത്തി വിരലുകളിൽ ചുംബിച്ചു. സീമയുടെ കണ്ണിൽ നനവ് തിളങ്ങി. അവൻ്റെ ഭാവോന്മാദം കണ്ട് അവൾ അമ്പരപ്പോടെ ചുറ്റും നോക്കി. പക്ഷേ അവനെ തടഞ്ഞു നിർത്താൻ പരിസരബോധത്തിന് കഴിയുമായിരുന്നില്ല. അവളെ ഗാഢമായി ആശ്ലേഷിച്ച് ആ മൂർത്താവിലേക്ക് അവൻ തൻ്റെ ചുണ്ടുകൾ അണച്ചു. സീമ തൻ്റെ കൈത്തലങ്ങളിൽ അവൻ്റെ മുഖം എടുത്ത് കണ്ണിലേക്ക് നോക്കി. അവ നിറഞ്ഞു തുളുമ്പുന്നുണ്ടായിരുന്നു. അലിവിൻ്റെയും സ്നേഹവാത്സല്യങ്ങളുടെയും 1000 ഉറവകൾ അവളുടെ ഹൃദയത്തിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ടു. ഒരേക്കത്തോടെ പെട്ടെന്ന് അവൾ അവൻ്റെ മുഖം തൻ്റെ തോളിലേക്ക് അമർത്തിപ്പിടിച്ചു. ഇടത് കൈകൊണ്ട് അവനെ ഒന്നുകൂടി മുറുകെ വലയം ചെയ്യുകയും ചെയ്തു. ആ നിമിഷങ്ങളിൽ സ്ഥലകാലബോധങ്ങളൊന്നും അവരെ അലട്ടിയില്ല. ഗർവോ ലജ്ജയോ തൊട്ടു തീണ്ടിയുമില്ല. ലോകം മുഴുവൻ കണ്ടുകൊള്ളട്ടെ. അവൻ്റെ നെഞ്ചിൽ പിടഞ്ഞടിയുന്ന തേങ്ങലുകൾ അവൾക്ക് തിരിച്ചറിയാമായിരുന്നു. സീമ അവൻ്റെ മുഖം കയ്യിലെടുത്ത് വീണ്ടും നോക്കി. മെല്ലെ പരിസരബോധം വന്ന വിൻസെൻ്റ് ചുറ്റും കണ്ണോടിച്ചു. കാറിൽ നിന്നിറങ്ങിയ ലക്കൻ സിംഗ് എല്ലാം കണ്ട് ആശ്ചര്യപ്പെട്ടു നിൽക്കുന്നു. മറ്റൊരു യുവതി റോഡരികിൽ അന്തം വിട്ടു നിൽക്കുന്നുണ്ട്. സീമ ലജ്ജയോടെ അവൻ്റെ ആശ്ലേഷത്തിൽ നിന്ന് ഊർന്നു മാറി. ലക്കൻ സിംഗ് അവരുടെ അടുത്തേക്ക് വന്നു. ഇതാണ് ലക്കൻ സിംഗ്, വിൻസെൻ്റ് പരിചയപ്പെടുത്തി. സീമ അയാളുടെ നേർക്ക് കൈകൂപ്പി. ലക്കൻ സിംഗും തല കുനിച്ച് സീമയെ വന്ദിച്ചു. എൻ്റെ ജീവൻ രക്ഷിച്ചു തന്ന പെണ്ണ്, വേറെന്താ ഞാൻ പറയേണ്ടത്? ഇവളില്ലെങ്കിൽ ഞാനുമില്ല രാംലക്കൻ. സീമയെപ്പറ്റി അത്രയുമേ വിൻസെൻ്റ് പറഞ്ഞുള്ളൂ. എങ്കിലും അതിൽ എല്ലാം അടങ്ങിയിരുന്നു. കൂടെ ആരാ? നീരജയെ നോക്കി വിൻസെൻ്റ് ചോദിച്ചു. എൻ്റെ കൂട്ടുകാരി നീരജ. നമ്മൾ അവളുടെ ഫ്ലാറ്റിലേക്കാണ് പോകുന്നത്. ഫ്ലാറ്റോ? അതെ, നമുക്ക് രാവിലെ അവിടുന്ന് കോട്ടയത്തിന് പോകാം. രാത്രി നമ്മൾ വല്ല ഫ്ലാറ്റിലും തങ്ങേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് ചില മുൻകരുതലുകളൊക്കെ വേണ്ടേ? നീരജയ്ക്ക് എല്ലാം അറിയാമോ? ഇതുവരെ ഒന്നും അറിയില്ല. ഇനി അറിഞ്ഞാലും കുഴപ്പമില്ല. ഞാനും അവളും കൂടി കൈനറ്റിക് ഹോണ്ടയിൽ മുമ്പേ പോകുന്നു. വിന്നിച്ചായൻ്റെ കാർ ഞങ്ങളെ ഫോളോ ചെയ്യണം, സീമ നിർദ്ദേശിച്ചു. അവൾ ചെന്ന് കൈനറ്റിക് ഹോണ്ട സ്റ്റാർട്ട് ചെയ്തു. നീരജ പിന്നിൽ കയറി. ഹോണ്ട മുമ്പേ നീങ്ങി. വിൻസെൻറ്റിൻ്റെ കാർ പിൻവയും. അയാൾ ആരാ സീമേ? റോഡിൽ വേറെ മനുഷ്യരുണ്ടെന്ന വിചാരം പോലുമില്ലാതെ. എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം? നീരജ അനിഷ്ടത്തോടെ ചോദിച്ചു. പ്രേമം, സീമ കൂസലന്യെ പറഞ്ഞു. എന്ന് വെച്ചാൽ അതുതന്നെ. അയാൾ ആരാ? നീ ഒരിക്കൽ കണ്ടിട്ടുണ്ട്. എവിടെ വെച്ച്? വിയൂർ സെൻട്രൽ ജയിലിൽ വെച്ച്.
നീരജ ഓർത്തു നോക്കി. പക്ഷെ ഒരു പരിചയവും ഓർമ്മയിൽ കിട്ടിയില്ല. എന്തെങ്കിലും ഒരു ക്ലൂ? നമ്മൾ ഒന്നിച്ച് അയാളെ ഇൻ്റർവ്യൂ ചെയ്യാൻ പോയിരുന്നു. ഇപ്പം മനസ്സിലായി, വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കൊലപ്പുള്ളി. അയാളന്ന് കണ്ടംപ്റ്റ് സെല്ലിൽ കിടക്കുകയായിരുന്നല്ലോ. യാതൊരു സഹകരണവുമില്ലാത്ത മുരടൻ. പിന്നീട് അയാളല്ലേ ജയിലിൽ നിന്ന് ചാടിപ്പോയതും. എന്താണ് അയാളുടെ പേര്? വിൻസെൻ്റ്. അയാൾ ഇപ്പോഴും ജയിൽ ചാടി ഒളിവിൽ കഴിയുകയല്ലേ സീമേ? കേരള പോലീസ് ഇയാളെ പിടിക്കാൻ കുറേ തിരച്ചിലൊക്കെ നടത്തിയില്ലേ? ശരിയാണ്, ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നു. അയാളോടാണോ നിനക്ക് പ്രേമം? എനിക്കെന്താ അയാളെ പ്രേമിച്ചുകൂടെ? കാൻറ്റി ഹോണ്ട ഫ്ലാറ്റ് സമുച്ചയത്തിന് മുമ്പിൽ ചെന്ന് നിന്നു. അതിൽ നിന്നിറങ്ങിയ ശേഷം സീമ പിറകെ വന്നുകൊണ്ടിരുന്ന കാറിന് പാർക്ക് ചെയ്യാനുള്ള സ്ഥലം കാട്ടിക്കൊടുത്തു. കാർ പാർക്ക് ചെയ്ത് വിൻസെൻറ്റും രാംലഖനും ഇറങ്ങി. അയാളെവിടെ? സീമ അടുത്തേക്ക് വന്ന് ചോദിച്ചു. പുറത്തെടുക്കണോ? വിൻസെൻ്റ് സംശയിച്ചു. ഫ്ലാറ്റിലേക്ക് കൊണ്ടുപോകാം നമുക്ക്. പേടിക്കേണ്ട വിന്നിച്ചായ, ഇവിടെ നമ്മൾ സുരക്ഷിതരാണ്. വിൻസെൻ്റ് ബാക്ക് ഡോർ തുറന്നു. പിൻസീറ്റിൻ്റെ മൂടി പൊക്കിയ ശേഷം രാംലഖനും വിൻസെൻറ്റും കൂടി സെബാസ്റ്റ്യനെ തൂക്കിയെടുത്ത് പുറത്തിട്ടു. അയാളുടെ കൈകാലുകളിലെ കെട്ട് വിൻസെൻ്റ് അഴിച്ചു കളഞ്ഞു. അപ്പോഴും വാ മൂടിക്കെട്ടിയ നിലയിലായിരുന്നു. അയാളെ എഴുന്നേൽപ്പിച്ച് നിർത്തി. 3 ദിവസം നീണ്ട യാത്രയ്ക്ക് ശേഷം സെബാസ്റ്റ്യന് തനിയെ നിൽക്കാനുള്ള കരുത്ത് തന്നെ ശേഷിച്ചിരുന്നില്ല. ആരാ സീമ അയാൾ? നീരജ അമ്പരപ്പോടെ ചോദിച്ചു. അത് സെബാസ്റ്റ്യൻ. ഏത് സെബാസ്റ്റ്യൻ? അയാളെ 3.5 കൊല്ലം മുമ്പ് കൊന്നതിനാണ് വിൻസെൻറ്റിനെ പോലീസ് അറസ്റ്റ് ചെയ്തതും കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചതും. നീരജയുടെ കണ്ണു മിഴിഞ്ഞു. അവൾക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. തൻ്റെ പിന്നാലെ വരാൻ മറ്റുള്ളവരോട് നിർദ്ദേശിച്ചിട്ട് സീമ മുമ്പേ നടന്നു. രാംലഖനും വിൻസെൻറ്റും കൂടി സെബാസ്റ്റ്യനെ താങ്ങി പിടിച്ച് നടത്തിക്കൊണ്ടുപോയി. അവർ ലിഫ്റ്റിൽ കയറി 6th ഫ്ലോറിലെത്തി. നമ്പർ 68ൻ്റെ ഡോർബെല്ലിൽ സീമ വിരലമർത്തി. അല്പനിമിഷങ്ങൾക്കകം ഒരു സ്ത്രീ വന്ന് ഡോർ തുറന്നു. വിമൻസ് മാഗസിൻ്റെ ഫോട്ടോഗ്രാഫർ അനിതാ ശർമ്മയായിരുന്നു അത്. സോറി, കാത്തിരുന്ന് ബോറടിച്ചു അല്ലേ? പ്രതികൾ ഇപ്പോഴാണ് എത്തിയത്. എന്നിട്ട് അവൾ വിൻസെൻറ്റിനെയും സെബാസ്റ്റ്യനെയും ഡെക്കൻ സിംഗിനെയും അനിതാ ശർമ്മയ്ക്ക് പരിചയപ്പെടുത്തി. എവിടെ ഫിലിപ്പെങ്കിൽ? അയാൾ സെറ്റിൽ ചാരിയിരുന്ന് ഉറങ്ങുന്നുണ്ട്. സീമ തന്നെ ചെന്ന് അയാളെ വിളിച്ചുണർത്തി. രാംലഖനും വിൻസെൻറ്റിനും സെബാസ്റ്റ്യനും കഴിക്കാനുള്ള ഭക്ഷണപാനീയങ്ങൾ സീമ നേരത്തെ തന്നെ വാങ്ങിപ്പിച്ച് ഫ്ലാറ്റിൽ എത്തിച്ചിരുന്നു. സീമയും നീരജയും പത്രം ഓഫീസിലെ ക്യാൻറ്റീനിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്തിരുന്നു. നീരജ വേഗം ചായയുണ്ടാക്കി. സെബാസ്റ്റ്യൻ്റെ വായി മൂടിക്കെട്ടിയ ഇൻസുലേഷൻ ടേപ്പ് എടുത്തു മാറ്റി. അയാൾക്ക് കുളിക്കാനും വേഷം മാറാനും സമയം കൊടുത്തു. ഭക്ഷണത്തിനും ചായയ്ക്കും ശേഷം എല്ലാവരും ഹാൾ റൂമിൽ വന്നു. അത് പ്രത്യേകം സജ്ജീകരിക്കപ്പെട്ടതായിരുന്നു. ഉറക്കം തൂങ്ങിയിരുന്ന വീഡിയോഗ്രാഫർ ഫിലിപ്പ് ചായ കുടിച്ചതോടെ ഉഷാറായി. സെബാസ്റ്റ്യനെയും വിൻസെൻറ്റിനെയും നിർത്തി അനിതാ ശർമ്മ ഫോട്ടോകൾ എടുത്തു. അതിനുശേഷം രാംലഖനും സെബാസ്റ്റ്യനും വിൻസെൻറ്റും, പിന്നെ രാംലഖനും വിൻസെൻറ്റും, രാംലഖനും സെബാസ്റ്റ്യനും, സീമയും നീരജയും വിൻസെൻറ്റും. ഫോട്ടോഗ്രാഫർക്ക് പിടിപ്പത് പണിയുണ്ടായിരുന്നു. അതിനുശേഷം സീമ ഹാൾ റൂമിന് നടുവിലിട്ട കസാരയിൽ സെബാസ്റ്റ്യനെ ഇരുത്തി. ഫിലിപ്പ് വീഡിയോ ക്യാമറ സജ്ജമാക്കി. ഇനി നമുക്ക് തുടങ്ങാം, സീമ പറഞ്ഞു. വിൻസെൻ്റ് സെബാസ്റ്റ്യനെ സമീപിച്ചു. സീമ സെബാസ്റ്റ്യൻ്റെ കോളറിന് താഴെ ചെറിയ മൈക്രോഫോൺ ഘടിപ്പിച്ചു. അതിൻ്റെ വയർ സെബാസ്റ്റ്യൻ്റെ പിന്നിൽ മേശപ്പുറത്തിരുന്ന ഡിജിറ്റൽ റെക്കോർഡറിലേക്ക് നീണ്ടുകിടന്നു. എന്നോട് പറഞ്ഞതൊക്കെ ഒന്നുകൂടി ആവർത്തിച്ചേക്ക്. ഒന്നും വിട്ടുകളയണ്ട. നിനക്കൊരു മാപ്പുസാക്ഷിയാകാനുള്ള അവസരമാണിത്. എൻ്റെ അടുത്ത് പറഞ്ഞു തീർക്കാത്തത് കൂടി പറഞ്ഞേക്ക്. ഇവരൊക്കെ ആരാ? സെബാസ്റ്റ്യൻ ചോദിച്ചു. എൻ്റെ ഫ്രണ്ട്സ്. സെബാസ്റ്റ്യൻ ദയനീയമായി അവരെ നോക്കി. നീ എന്തൊക്കെ മറച്ചു വെച്ചാലും പോലീസ് അതെല്ലാം തോണ്ടി പുറത്തിടും. ഞങ്ങളോട് പറയുമ്പോൾ കുറച്ച് മര്യാദ നിനക്ക് കിട്ടും. ഞാൻ പറയാമെന്ന് സമ്മതിച്ചല്ലോ. എവിടെ വേണമെങ്കിലും പറയാം. മാപ്പുസാക്ഷിയൊന്നും ആകണ്ട എനിക്ക്. ചെയ്ത കുറ്റത്തിന് ശിക്ഷ കിട്ടിയാൽ മതി. അത് മരണശിക്ഷയാണേൽ അത്രയും സന്തോഷം. കഴിഞ്ഞ 3.5 കൊല്ലം ഓരോ നിമിഷവും ആരെങ്കിലും എന്നെ തിരിച്ചറിയുമോ എന്ന് പേടിച്ച് ആരെങ്കിലും എൻ്റെ പിറകെയുണ്ടോ എന്ന് തിരിഞ്ഞു നോക്കി മടുത്തു. ഇപ്പോൾ ആശ്വാസമാണ് തോന്നുന്നേ, സെബാസ്റ്റ്യൻ ആത്മനിന്ദയോടെ പറഞ്ഞു. വിൻസെൻ്റ് സീമയെ സമീപിച്ച് ഒരാമുഖം നൽകാൻ തയ്യാറായി. സീമേ, സംഭവത്തിൻ്റെ തുടക്കം ഞാൻ പറയാം. ഇവൻ കയ്യിലുണ്ടായിരുന്ന കുറച്ച് പൈസ കൊണ്ട് പലിശ കച്ചവടം തുടങ്ങി. വീട്ടിൽ നിന്ന് ഓഹരിയായി കിട്ടിയ 2.5 ഏക്കർ വസ്തുവും വീട് വയ്ക്കാൻ കൊടുത്ത പണവും കൂടി ഇവൻ പലിശ ബിസിനസ്സിൽ മുതലിറക്കി. വിൻസെൻ്റ് വിശദീകരിച്ചു. 2 വർഷം കഴിഞ്ഞപ്പോൾ കണക്കെഴുതിയ ഡയറിയും 2 ലക്ഷം രൂപയുടെ ബാധ്യതയും മാത്രമേ ഇവൻ്റെ കയ്യിൽ ശേഷിച്ചിരുന്നുള്ളൂ. കാശ് എങ്ങനെ പോയി, എവിടെ പോയി എന്നൊക്കെ ചോദിച്ചാൽ ഇവന് വലിയ പിടിയില്ല. സംഗതി ശരിയാണെന്ന മട്ടിൽ സെബാസ്റ്റ്യൻ തലകുലുക്കി. നാട് വിട്ട് മുങ്ങാനാലോചിച്ച ഇവനെ ഔസേപ്പച്ചന ഉപദേശിച്ചത്. അങ്ങനെ മുങ്ങുന്നെങ്കിൽ കൈ നിറച്ച് കാശും കൊണ്ട് മുങ്ങണമെന്ന്.
മറുനാട്ടിൽ പോയി എന്തെങ്കിലും ബിസിനസ് ചെയ്യാനുള്ള പണം കയ്യിലുണ്ടായിരിക്കണമെന്ന്. ഔസേപ്പച്ചൻ തന്നെ അതിനൊരു പദ്ധതി നിർദ്ദേശിച്ചു. മുളങ്കര ടൗണിൽ കൊള്ളാവുന്ന ഒരു കെട്ടിടം വാടകയ്ക്കെടുക്കുക, അവിടെ ഒരു സൂപ്പർ ബ്ലേഡ് കമ്പനി ഓപ്പൺ ചെയ്യുക. ഔസേപ്പച്ചനും അതിൽ പാർട്ണർ ആയിരിക്കും, പക്ഷേ അക്കാര്യം രഹസ്യമായിരിക്കണം. മുങ്ങിത്താഴുന്നവന് കച്ചിത്തുരുമ്പ് കിട്ടിയാലും മതിയല്ലോ. അങ്ങനെയാണ് ഇവൻ മുളങ്കര ടൗണിൽ പള്ളിത്താഴത്ത് ഫിനാൻസ് ആൻഡ് ചിട്ടി ഫണ്ട്സ് തുടങ്ങിയത്. സ്ഥാപനത്തിൻ്റെ ഓഫീസ് ഏറ്റവും ആധുനികമായി ഫർണിഷ് ചെയ്തതിനും ഫോണും കമ്പ്യൂട്ടറും മറ്റുമായി 2.5 ലക്ഷം രൂപയാണ് ചെലവിട്ടത്. അതത്രയും ഔസേപ്പച്ചൻ്റെ മുതൽ മുടക്കായിരുന്നു. ശരിയല്ലേടാ? സെബാസ്റ്റ്യൻ സമ്മതിച്ചു. പള്ളിത്താഴത്ത് ബാങ്ക് എന്ന ആളുകൾ ഓമനപ്പേരിട്ട് വിളിച്ച സ്ഥാപനം ചുരുങ്ങിയ കാലം കൊണ്ട് മുളങ്കരക്കാരുടെ വിശ്വാസവും പ്രീതിയും പിടിച്ചുപറ്റി. പണം നിക്ഷേപിച്ചവർക്കെല്ലാം ഒന്നാന്തരം പലിശ, അതും കൃത്യസമയത്ത് തന്നെ. പള്ളിത്താഴത്ത് ബാങ്കിൽ പണം നിക്ഷേപിച്ചാൽ മറ്റു ബാങ്കുകളിൽ നിന്ന് കിട്ടുന്നതിൻ്റെ 3 ഇരട്ടി പലിശ. 1.5 കൊല്ലം കൊണ്ട് പള്ളിത്താഴത്ത് ബാങ്കിലെ നിക്ഷേപകരുടെ എണ്ണം പെരുകി. ഈ പലിശ എവിടെ നിന്നാണ് കൊടുത്തുകൊണ്ടിരുന്നത്? നിക്ഷേപകരുടെ പണം തന്നെ മറിച്ച് പലിശയായി കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനു പുറമെ കുറഞ്ഞ പലിശ നിരക്കിൽ സ്വർണ്ണ പണയത്തിന്മേൽ പണം കടം കൊടുക്കുന്ന ഇടപാടും തുടങ്ങി. ചെറുകിടക്കാരുടെ സ്വർണ്ണം എടുക്കില്ല. 20-30 പവൻ ഒന്നിച്ച് പണയം വെക്കാനുണ്ടെങ്കിൽ അവർക്ക് പണം കിട്ടും. ഇക്കൂട്ടത്തിൽ വേറൊരു ബിസിനസ് കൂടി നടത്തുന്നുണ്ടായിരുന്നു, ചിട്ടി. 1 ലക്ഷം രൂപ മുതൽ 10 ലക്ഷം രൂപ വരെ മുതലിറക്കുള്ള ചിട്ടികൾ. 50 നമ്പർ ചിട്ടിയുണ്ടെങ്കിൽ അതിൽ 20 നമ്പറും സെബാസ്റ്റ്യൻ്റെ ബിനാമി നമ്പറുകളായിരിക്കും. എന്നിട്ട് ഈ ബിനാമി നമ്പറുകൾ ഓരോന്നായി ചിട്ടി പിടിക്കും. ചിട്ടി ചേർന്നവരിൽ നിന്നും പണം പിരിക്കുകയും ചെയ്യും. ചിട്ടി പിടിച്ച നമ്പർ സ്വന്തം ബിനാമി ആയതുകൊണ്ട് പണം കൊടുക്കുകയും വേണ്ട. 20 ബിനാമി നമ്പറും തീരുന്നത് വരെ ആരെയും പേടിക്കാനില്ല. അങ്ങനെയുള്ള 27 ചിട്ടികളാണ് ഒരേ സമയം പള്ളിത്താഴത്ത് ബാങ്ക് നടത്തിപ്പോന്നത്. ഈ പറയുന്നതൊക്കെ സത്യമാണോ സെബാസ്റ്റ്യൻ? സീമ ചോദിച്ചു. സത്യമാണ്. നീരജയുടെ കണ്ണുകൾ സെബാസ്റ്റ്യൻ്റെ മുഖത്ത് തന്നെയായിരുന്നു. 3.5 കൊല്ലം മുമ്പ് മരിച്ചുപോയെന്ന് ലോകം കരുതിയ ആളാണ് ജീവനോടെ മുന്നിലിരിക്കുന്നതെന്ന് ഇപ്പോഴും അവൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. പള്ളിത്താഴത്ത് ബാങ്കിൽ പണം നിക്ഷേപിച്ചവരിൽ കല്ലിങ്കൽ ദേവസിക്കുട്ടിയെപ്പോലുള്ള ധനാഢ്യന്മാരും കള്ളപ്പണക്കാരുമൊക്കെ ധാരാളം ഉണ്ടായിരുന്നു. വിൻസെൻ്റ് തുടർന്നു. വൻകിട മുതലാളിമാരുടെ വിശ്വാസമാർജിക്കാൻ ബെൻസുകാർ നല്ലൊരു ഉപാധിയാണെന്ന് ഔസേപ്പച്ചനാണ് ഇവനെ ഉപദേശിച്ചതും ബെൻസുകാർ കച്ചവടമാക്കി കൊടുത്തതും. മൂത്രമൊഴിക്കാൻ പോകണമെങ്കിലും ബെൻസുകാരിൽ തന്നെ പോകുന്നവനോട് ആളുകൾക്ക് മതിപ്പും വിശ്വാസവും കൂടുമത്രേ. 2 കൊല്ലം കൊണ്ട് 3.5 കോടിയുടെ നിക്ഷേപം. ബിനാമി പേരിലുള്ള ചിട്ടി നമ്പറുകൾ തീർന്നു തുടങ്ങി. വാങ്ങിച്ചു വെച്ച പണം ഇനി തിരിച്ചങ്ങോട്ട് ഇറക്കാതെ നിൽക്കക്കള്ളിയില്ലെന്ന നില വന്നു. അപ്പോഴാണ് ഔസേപ്പച്ചൻ്റെ ഉപദേശം. മുങ്ങേണ്ട സമയമായി. അങ്ങനെ വെറുതെ മുങ്ങിയാൽ പോരാ, മരിച്ചു മുങ്ങണം. പിന്നീട് ലോകത്താരും തേടി പുറകെ വരരുത്, അന്വേഷിക്കരുത്. മരിച്ചു മുങ്ങണമെങ്കിൽ ഒരു ശവം കിട്ടണം. അതാരുടെ ഐഡിയ ആയിരുന്നടാ? വിൻസെൻ്റ് കുനിഞ്ഞിരുന്ന സെബാസ്റ്റ്യൻ്റെ താടി ചൂണ്ടുവിരൽ കൊണ്ടുയർത്തി. ഔസേപ്പച്ചൻ്റെ. സെബാസ്റ്റ്യൻ പറഞ്ഞു. ബാക്കി നീ തന്നെ പറ. ആത്മകഥയല്ലേടാ ചെറ്റേ, പറ. വിൻസെൻ്റ് സെറ്റിയിൽ വന്നിരുന്നു. എല്ലാ കണ്ണുകളും സെബാസ്റ്റ്യനിലായി. പണവുമായി നാട് വിട്ടാൽ ആരും പിറകെ അന്വേഷിച്ച് വരികയില്ലെന്ന് ഉറപ്പാക്കണമെന്ന് ഔസേപ്പച്ചനാണ് പറഞ്ഞത്. അതെങ്ങനെയെന്ന് എനിക്ക് ആദ്യം പിടികിട്ടിയില്ല. സെബാസ്റ്റ്യൻ പറഞ്ഞുകൊണ്ടിരുന്നു. ഒരു ശവം കിട്ടിയാൽ അത് തിരിച്ചറിയാൻ പറ്റാത്ത വിധം കത്തിച്ച് കളഞ്ഞിട്ട് മരിച്ചത് ഞാനാണെന്ന് വരുത്തി തീർക്കാമെന്ന് ഔസേപ്പച്ചൻ പറഞ്ഞു. മുളങ്കരയിൽ നിന്ന് മുങ്ങിയാൽ എവിടെ പൊങ്ങാമെന്നായിരുന്നു കണക്കുകൂട്ടൽ? സീമ ചോദിച്ചു. ബോംബെക്കോ ഡൽഹിക്കോ പോകാമെന്നായിരുന്നു ആദ്യത്തെ കണക്കുകൂട്ടൽ. പക്ഷേ അവിടെയെല്ലാം മലയാളികൾ ഒരുപാടുണ്ടല്ലോ. മലയാളികൾ അധികമില്ലാത്ത ഏതെങ്കിലും സ്ഥലം തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലതെന്ന് ഔസേപ്പച്ചൻ ഉപദേശിച്ചു. അതുപോലെ തന്നെ ഗ്രാമപ്രദേശങ്ങളായിരിക്കും നല്ലതെന്നും പറഞ്ഞു. ഔസേപ്പച്ചൻ തന്നെയാ ആന്ധ്രയിലും തമിഴ്നാട്ടിലും ഗോവയിലും കർണാടകയിലുമൊക്കെ പോയി പറ്റിയ സ്ഥലം അന്വേഷിച്ചത്. ഔസേപ്പച്ചന് വണ്ടിക്കച്ചവടവുമായി നടന്ന് മിക്ക സ്ഥലങ്ങളും പരിചയമാണ്. അതിനിടയ്ക്ക് കോലാർ ജില്ലയിലെ ഉപ്രഹള്ളി എന്ന സ്ഥലത്ത് മുന്തിരിത്തോട്ടം വിൽക്കാനുണ്ടെന്ന് പത്രപരസ്യം കണ്ട് ഔസേപ്പച്ചൻ അവിടെയും പോയി അന്വേഷിച്ചു. ഔസേപ്പച്ചൻ ആ സ്ഥലം വളരെ ഇഷ്ടപ്പെട്ടു. അധികം വൈകാതെ MS ഷൺമുഖം എന്ന ബിനാമി പേരിലേക്ക് ഫാം ഹൗസും മുന്തിരിത്തോപ്പും വില പറഞ്ഞ് പണം കൊടുത്ത് എഴുതി വാങ്ങി. പിന്നെ എന്തിനാടാ കോട്ടായിലേക്ക് പോയത്? ഉപ്രഹള്ളി പോരായിരുന്നോ നിനക്ക്? വിൻസെൻ്റ് ചോദിച്ചു. ഔസേപ്പച്ചൻ വീട് പണിക്ക് മാർബിൾ എടുക്കാൻ വേണ്ടി രാജസ്ഥാനിൽ പോയപ്പോഴാണ് കോട്ട സ്റ്റോണിനെ കുറിച്ച് കേൾക്കുന്നത്. വെറുതെ ഒരു രസത്തിന് കോട്ട സ്റ്റോൺ എന്താണെന്ന് കാണാമെന്ന് വെച്ച് അയാൾ ഡോബിയാക്കി ഖാനിൽ ചെന്നു. ചമ്പൽ നദിയും കാടും രഹസ്യതാവളങ്ങൾ പോലെ തോന്നിപ്പിക്കുന്ന ക്വാറികളും
എല്ലാം കണ്ടപ്പോൾ ഔസേപ്പച്ചന് തോന്നി ഈ സ്ഥലം ഒളിച്ചു താമസിക്കാൻ പറ്റിയതാണല്ലോ എന്ന്. അവൻ കോട്ടായിൽ നിന്ന് വന്ന ക്വാറികളിൽ പറ്റി അന്വേഷിച്ചു. അപ്പോഴാണ് അറിഞ്ഞത് ക്വാറിക്കുള്ള സ്ഥലം സർക്കാർ ലേലം ചെയ്ത് കൊടുക്കുന്നതാണെന്ന്. അങ്ങനെ രാജസ്ഥാൻകാരൻ ഒരു സേഠ്ജി ലേലത്തിൽ പിടിച്ച സ്ഥലം ഔസേപ്പച്ചൻ മാർജിൻ കൊടുത്തു വാങ്ങി. അത് സുരക്ഷിതമാണെന്ന് മാത്രമല്ല ആദായകരവും കൂടിയായിരുന്നു. സീമ സെബാസ്റ്റ്യന് ചുറ്റും മെല്ലെ നടന്നുകൊണ്ടിരുന്നു. കഴുത്തിലെ സ്വർണ്ണ ചെയിനിൻ്റെ ലോക്കറ്റ് വിരലുകൾ കൊണ്ട് ഉയർത്തിപ്പിടിച്ച് ചുണ്ടുകൾക്കിടയിൽ തിരികെ വെച്ചിരുന്നു അവൾ. എന്നോട് വാങ്ങിയ 8 ലക്ഷം രൂപ നീ എന്ത് ചെയ്തു? വിൻസെൻ്റ് ചോദിച്ചു. ഔസേപ്പച്ചൻ പറഞ്ഞിട്ടാണ് അത് വാങ്ങിയത്. എനിക്ക് നിന്നെ ചതിക്കണമെന്ന് താല്പര്യമില്ലായിരുന്നു. ജൂലിയുടെ കല്യാണാവശ്യത്തിന് കരുതി വെച്ചിരുന്ന തുകയാണെന്ന് നീ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ. സെബാസ്റ്റ്യൻ വിൻസെൻറ്റിനെ നോക്കിയിട്ട് തുടർന്നു. ജൂലിയെ താനാണ് കല്യാണം കഴിക്കുന്നതെന്ന് ഔസേപ്പച്ചൻ എന്നോട് പറഞ്ഞിരുന്നു. ആ തുക തിരിച്ചു തരാതിരുന്നാൽ ജൂലിയുടെ കല്യാണം നടത്താൻ പണമില്ലാതെ നീ വിഷമിക്കും. ആ തക്കം നോക്കി സ്ത്രീധനമൊന്നും വാങ്ങാതെ ജൂലിയെ കല്യാണം കഴിച്ചോളാമെന്ന് ഔസേപ്പച്ചൻ പറഞ്ഞാൽ ഗത്യന്തരമില്ലാതെ നീ അതിന് സമ്മതിക്കുമെന്നായിരുന്നു അവൻ്റെ കണക്കുകൂട്ടൽ. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്നും പണം വാങ്ങുമ്പോൾ തന്നെ അത് തിരിച്ചു തരേണ്ടി വരില്ലെന്ന് നിനക്കറിയാമായിരുന്നു അല്ലേ? വിൻസെൻ്റ് ചോദിച്ചു. ഔസേപ്പച്ചൻ എന്തു പറഞ്ഞാലും അനുസരിക്കാനേ എനിക്ക് നിവൃത്തിയുണ്ടായിരുന്നുള്ളൂ വിന്നി. എൻ്റെ തല അവൻ്റെ കക്ഷത്തിലായിപ്പോയി. ഔസേപ്പച്ചൻ എന്നോട് മുൻവൈരാഗ്യം എന്തെങ്കിലും ഉള്ളതായിട്ട് നിനക്കറിയാമായിരുന്നോ? അവന് നിന്നോടെന്തോ വിരോധമുണ്ടായിരുന്നു എന്നുള്ളത് ശരിയാ. നീ കൂടെ കന്നാലി കച്ചവടക്കാരൻ കാളവർക്കിയുടെ മോൻ എന്ന് വിളിച്ച് അവനെ കളിയാക്കാറുള്ളതായിട്ട് പറയുമായിരുന്നു. കാളവർക്കിയുടെ മോൻ അവൻ്റെ പെങ്ങളെ കല്യാണം കഴിക്കുന്നത് ഞാൻ കാണിച്ചു തരാമെന്ന് അവൻ ശപഥമെടുത്തതുപോലെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മുളങ്കര ടൗണിൽ നിങ്ങൾക്കുണ്ടായിരുന്ന 30 സെൻറ്റ് സ്ഥലത്തും അവനൊരു കണ്ണുണ്ടായിരുന്നു. മുളങ്കര ടൗണിൻ്റെ കണ്ണായ സ്ഥലമെന്നാണ് അവൻ അതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ളത്. ആ സ്ഥലം കിട്ടിയാൽ അവൻ അവിടെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അതിനുവേണ്ടിയാണോ അവൻ എന്നെ കരുവാക്കിയതും കേസിൽ കുടുക്കിയതും? വിൻസെൻ്റ് ചോദിച്ചു. ഞാൻ അങ്ങനെ കരുതുന്നില്ല വിന്നി. നിന്നെ കൊലപാതക കേസിൽ പ്രതിയാക്കണമെന്ന് അവൻ മുൻകൂട്ടി കരുതിയിരുന്നതായി എനിക്ക് തോന്നിയിട്ടേയില്ല. വിൻസെൻ്റ് മൂളി. ശരി, ഉപ്രകള്ളിയിൽ മുന്തിരിത്തോട്ടം വാങ്ങി. എന്നിട്ട് എന്ത് ചെയ്തു? റോള് ചെയ്യാനെന്നും പറഞ്ഞ് ഔസേപ്പച്ചൻ കിട്ടാവുന്നിടത്ത് നിന്നെല്ലാം എന്നെക്കൊണ്ട് പണം കടം വാങ്ങിപ്പിച്ചു. ആരുടെയും പണം തിരിച്ചു കൊടുത്തില്ല. കൊടുക്കാമെന്ന് പറഞ്ഞ അവധികളെല്ലാം തെറ്റിച്ചു. ഉടനടി എന്തെങ്കിലും ചെയ്യാതെ നിവൃത്തിയില്ലെന്നായി. ഇടയ്ക്കൊരു സംഗതി വിട്ടുപോയല്ലോ സെബാസ്റ്റ്യൻ. റോസ്മേരിയുമായുള്ള നിങ്ങളുടെ ഇല്ലീഗൽ റിലേഷൻഷിപ്പ്. സീമ അയാളെ ഓർമ്മിപ്പിച്ചു. അത് പറയാൻ സെബാസ്റ്റ്യൻ ഒന്നും മടിച്ചു. എല്ലാം തുറന്നു പറഞ്ഞേക്ക്, അതാണ് നിനക്ക് നല്ലത്. വിൻസെൻ്റ് മുന്നറിയിപ്പ് നൽകി. റോസ്മേരിയുമായിട്ട് ഞാൻ യാദൃച്ഛികമായിട്ടാണ് പരിചയപ്പെട്ടത്, സെബാസ്റ്റ്യൻ പറഞ്ഞു. പള്ളിത്താഴത്ത് ബാങ്കിലേക്ക് ഒരു വലിയ തുക ഡിപ്പോസിറ്റ് തരണമെന്ന് പറയാൻ ചെന്നതായിരുന്നു ഞാൻ. റോസ്മേരിയുടെ ഭർത്താവ് മൈക്കിൾ ഗൾഫിലാണല്ലോ. ഇഷ്ടം പോലെ പണം, കാറ്, ഇരുനിലമാളിക, വലിയ പുരയിടം. ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ റോസ്മേരി ഒരു വൻ തുക ഡിപ്പോസിറ്റായിട്ട് തന്നു. ഞങ്ങൾ കൂടെ പരിചയം പുതുക്കി. ഒടുവിലത് വേർപിരിയാൻ വയ്യാത്ത ഒരു ബന്ധമായിട്ട് വളർന്നു. ഞാൻ ചോദിക്കുന്നതെന്തും റോസ്മേരി തരുമെന്ന അവസ്ഥയായി. വിവരമറിഞ്ഞപ്പോൾ ഔസേപ്പച്ചനും എന്നെ പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെയാണ് റോസ്മേരിയുടെ ബാങ്ക് ബാലൻസ് മുഴുവൻ പള്ളിത്താഴത്ത് ബാങ്കിൽ വന്നത്. കൂടാതെ അവളുടെ വീടിൻ്റെയും മറ്റു വസ്തുക്കളുടെയും പ്രമാണങ്ങൾ ഭൂപണയ ബാങ്കിൽ ഈടുവയ്ക്കാനായി റോസ്മേരി എനിക്ക് തന്നു. ഇതിനിടയിൽ പറയരുതാത്തത് പലതും ഞാൻ റോസ്മേരിയോട് പറഞ്ഞുപോയി. കാരണം മൈക്കിളുമായിട്ട് പിരിഞ്ഞിട്ട് ഒന്നിച്ച് ജീവിക്കാമെന്ന് ഞാനും റോസ്മേരിയും തീരുമാനമെടുത്തിരുന്നു. സെബാസ്റ്റ്യൻ റോസ്മേരിയെ കല്യാണം കഴിക്കാമെന്ന് വാക്കു കൊടുത്തിരുന്നോ? സീമ ചോദിച്ചു. ഞങ്ങൾ അങ്ങനെയൊരു തീരുമാനമെടുത്തിരുന്നു. ഉള്ള സത്യം മുഴുവൻ ഞാൻ അവളോട് തുറന്നു പറഞ്ഞു. അതായത് നാട്ടുകാരെ പറ്റിച്ച കാശുമായി ഞാൻ മുങ്ങാനിരിക്കുകയാണെന്ന്. മറ്റേതെങ്കിലും ദേശത്ത് പോയി ഒളിച്ചു പാർക്കാനുള്ള പദ്ധതി റോസ്മേരിക്ക് ആദ്യം ഒന്നും ദഹിച്ചില്ല. വേറെ നിവൃത്തിയില്ലെന്ന് പറഞ്ഞപ്പോൾ മനസ്സില്ലാ മനസ്സോടെ അവളും അതിനോട് അനുകൂലിച്ചു. ഞാൻ എന്തു പറഞ്ഞാലും അവൾ അനുസരിക്കുമായിരുന്നു. അത്ര സ്നേഹമായിരുന്നു അവൾക്ക് എന്നോട്. സെബാസ്റ്റ്യൻ പെട്ടെന്ന് വിങ്ങി കരയാൻ തുടങ്ങി. എന്നിട്ട് ഞാനും കൂടി ചേർന്ന് അവളെ ചതിച്ചു. കസേരയിലിരുന്ന വിൻസെൻ്റ് എഴുന്നേറ്റ് സെബാസ്റ്റ്യൻ്റെ മുഖമടിച്ച് ഒറ്റയടി കൊടുത്തു. കഴിവറുടെ മോനെ, തന്തയ്ക്ക് പെർക്കായിക കാണിച്ചിട്ട് നീ ഇരുന്ന് മൂങ്ങുന്നോടാ നായേ. വിന്നിച്ചായ. സീമ അന്താളിച്ച് വിൻസെൻറ്റിൻ്റെയും സെബാസ്റ്റ്യൻ്റെയും ഇടയ്ക്ക് കയറി നിന്നു. വിന്നിച്ചായൻ ആ കസേരയിൽ ചെന്നിരിക്ക്, സീമ ശാസിച്ചു. വിൻസെൻറ്റിൻ്റെ മുഖം ക്രോധം കൊണ്ട് തുടുത്തിരുന്നു. വേണമെങ്കിൽ അവൻ തന്നെ കൂടി അടിച്ചേക്കുമെന്ന് സീമയ്ക്ക് തോന്നിപ്പോയി. അവൾ അവൻ്റെ കൈ പിടിച്ചു കസേരയിൽ കൊണ്ടുചെന്നിരുത്തി. പറ. എന്നിട്ട്? സീമ സെബാസ്റ്റ്യനെ നോക്കി.
കീഴ്ചുണ്ടിൽ പൊട്ടിയ ചോരത്തുള്ളി നുണഞ്ഞിട്ട് സെബാസ്റ്റ്യൻ പറയാൻ തുടങ്ങി. ബോംബെയിൽ പോയി എന്തെങ്കിലും ബിസിനസ് നടത്താമെന്നായിരുന്നു റോസ്മേരിയുടെ പ്ലാൻ. നാട് വിടുന്നതിന് മുമ്പ് റോസ്മേരി വിവാഹമോചനം നേടിക്കഴിഞ്ഞിരിക്കും. അതിനുശേഷം ഡൽഹിയിൽ ഒരു ജോലി കിട്ടി പോവുകയാണെന്ന വ്യാജേന അവൾ നാട്ടിൽ നിന്ന് കടക്കും. അങ്ങനെ ഒളിവിൽ താമസിക്കുന്ന എന്നോടൊപ്പം വന്നു ചേരും. ശേഷിച്ച കാലം ഒന്നിച്ച് ജീവിക്കാം. ഇതൊക്കെയായിരുന്നു അവളുടെ കണക്കുകൂട്ടൽ. സെബാസ്റ്റ്യൻ മരിച്ചു മുങ്ങാനാണ് ഉദ്ദേശമെന്ന് റോസ്മേരിയോട് സൂചിപ്പിച്ചിരുന്നോ? സീമ ചോദിച്ചു. ഉവ്വ്. പറ്റിയ ഒരു ശവം കിട്ടിയാൽ അടുത്ത ദിവസം തന്നെ മുങ്ങത്തക്ക വിധം അത്രയ്ക്ക് ഫ്രീ പ്ലാൻഡ് ആയിരുന്നു കാര്യങ്ങൾ. ഔസേപ്പച്ചൻ ഓരോ ദിവസവും നാടൊട്ടുക്ക് അന്വേഷിച്ച് നടന്നെങ്കിലും പറ്റിയ ഒരു ശവം കിട്ടിയില്ല. ചങ്ങനാശ്ശേരിയിലെ ഒരു സിമിത്തേരിയിൽ പാതിരാത്രിക്ക് പോയി അന്നടക്കിയ ഒരുത്തൻ്റെ കുഴിമാടം വരെ മാന്തി നോക്കിയിട്ടുണ്ട് ഞങ്ങൾ. പക്ഷേ ആ ശവത്തിന് എന്നേക്കാൾ ഒരടി നീളം കുറവായിരുന്നു. ഏകദേശം എൻ്റെ അളവിലുള്ള ഒരു ശവം കിട്ടിയാൽ അത് എൻ്റെ ബെൻസ് കാറിലിട്ട് കത്തിച്ച് മരിച്ചത് പള്ളിത്താഴത്ത് സെബാസ്റ്റ്യനാണെന്ന് നാട്ടുകാരെയും പോലീസുകാരെയും തെറ്റിദ്ധരിപ്പിക്കുക. ഇതായിരുന്നു പ്ലാൻ. പക്ഷേ പറ്റിയ ശവത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് നീണ്ടുപോയി. നിക്ഷേപകരുടെ സമ്മർദ്ദമാണെങ്കിൽ വർദ്ധിച്ചുകൊണ്ടിരുന്നു. ഇതുവരെ നിന്നു കേൾക്കുകയായിരുന്ന നീരജ സോഫയിലേക്ക് ഇരുന്നു. അനിതാ ശർമ്മ കഥ കേൾക്കുന്ന കുട്ടിയെപ്പോലെ മുന്നോട്ട് ആഞ്ഞിരിക്കുകയാണ്. വീഡിയോഗ്രാഫർ ഫിലിപ്പ് ക്യാമറയ്ക്ക് പിന്നിൽ നിഴലിൽ നിൽപ്പുണ്ട്. ആയിടയ്ക്കാണ് ഞാൻ നിന്നോട് കടം വാങ്ങിയ രൂപ തിരിച്ചു തരണമെന്ന് പറഞ്ഞ് നീ എന്നെ ബാർബർ ഷോപ്പിൽ നിന്ന് വലിച്ചു പുറത്തിറക്കി അടിച്ചതും നവംബർ 25-ാം തീയതിക്ക് മുൻപ് പണം തന്നില്ലെങ്കിൽ എടാ സെബാനെ, നിന്നെയും നിന്റെ ബെൻസ് കാറും കോപ്പും കൊടച്ചക്രവും എല്ലാം കൂടി പെട്രോൾ ഒഴിച്ച് കത്തിക്കും എന്ന് നാട്ടുകാരുടെ മുന്നിൽ വെച്ച് ഭീഷണിപ്പെടുത്തിയതും സെബാസ്റ്റ്യൻ വിശദീകരിച്ചു. എന്നിട്ട് വിൻസെൻ്റ് അക്ഷമനായി എഴുന്നേറ്റു. ഇരിക്കു വിന്നിച്ചായ, സീമ ആശങ്കയോടെ പറഞ്ഞു. വിൻസെൻ്റ് ഒരു സിഗരറ്റ് കൊളുത്തി. അന്ന് രാത്രിയിൽ ഔസേപ്പച്ചൻ എന്നെ കാണാൻ വന്നു. ആ വഴക്കിനെപ്പറ്റി ഞങ്ങൾ രാത്രി മുഴുവൻ ഇരുന്ന് ആലോചിച്ചു. ഒടുവിൽ ഔസേപ്പച്ചൻ പറഞ്ഞു, സെബാനെ, നീ നവംബർ 24-ാം തീയതി മരിക്കുന്നു. കൊല്ലുന്നത് പായിപ്പാട്ട് വിന്നി. ഞാനത് കേട്ട് അന്തം വിട്ടുപോയി. വിൻസെൻ്റ് ഊതിവിടുന്ന സിഗരറ്റ് പുക വായുവിൽ കലർന്നുകൊണ്ടിരുന്നു. നവംബർ 24-ാം തീയതി രാത്രി തന്നെ എവിടെ നിന്നെങ്കിലും ഒരു ശവം സംഘടിപ്പിച്ച് കാറിലിട്ട് ചുട്ടുകരിക്കണമെന്ന് ഔസേപ്പച്ചൻ പറഞ്ഞു. സെബാസ്റ്റ്യൻ തുടർന്നു. വിന്നിയോട് ചെയ്യുന്ന ചതിയല്ലേന്ന് ഞാൻ അവനോട് ചോദിച്ചു. വിന്നിക്ക് ദോഷം വരാത്ത വിധത്തിൽ അവനത് കൈകാര്യം ചെയ്തോളാമെന്നായിരുന്നു മറുപടി. അതിനിടയ്ക്ക് ജൂലിയുടെ കല്യാണക്കാര്യത്തിൽ നിങ്ങൾ തമ്മിൽ സംസാരിച്ച് പിണങ്ങിക്കഴിഞ്ഞിരുന്നു. നിന്നോടവൻ പിണക്കം കാട്ടിയില്ലെന്നു മാത്രം. ജൂലിയെ കിട്ടുകയില്ലെന്ന് അവൻ ഉറപ്പായി. 8 ലക്ഷം രൂപ നിനക്ക് ഞാൻ തിരിച്ചു തരേണ്ടിയും വരും. തൽക്കാലം നിന്നെ ഒരു കേസിൽ കുടുക്കിയാൽ കാര്യങ്ങൾ അവൻ ഉദ്ദേശിച്ച വഴിക്ക് വരുമെന്നായിരുന്നു അവൻ്റെ കണക്കുകൂട്ടൽ. സെബാസ്റ്റ്യൻ ഒന്ന് നിർത്തി. വിൻസെൻ്റ് അക്ഷമനായി നടക്കാൻ തുടങ്ങി. അവൻ്റെ മുഖഭാവം കണ്ട് സീമ സെബാസ്റ്റ്യൻ്റെ അടുത്തേക്ക് കസേര നീക്കിയിട്ടിരുന്നു. പറ, കേൾക്കാൻ നല്ല രസം. വിൻസെൻ്റ് സെബാസ്റ്റ്യനെ സമീപിച്ചു. കല്ലിങ്കൽ ദേവസിക്കുട്ടിയുടെ മകൾ വിജിയും നീയുമായുള്ള അടുപ്പം ഔസേപ്പച്ചൻ അറിയാമായിരുന്നല്ലോ. ഔസേപ്പച്ചന് മാത്രമല്ല എനിക്കും. വിജി എല്ലാ വീക്കെൻഡിലും തൃശ്ശൂരിൽ നിന്ന് വീട്ടിലെത്തുമെന്നും ഞായറാഴ്ച നീ പതിവ് പോലെ അവളെയും കയറ്റി രാത്രി വണ്ടിക്ക് തൃശ്ശൂർ പോകുമെന്നും നേരം പുലരുമ്പോഴേ തിരിച്ചെത്തുകയുള്ളെന്നും ആ പതിവ് ഇത്തവണയും തെറ്റിക്കുകയില്ലെന്നും ഞങ്ങൾ കണക്കുകൂട്ടി. അതുകൊണ്ടാണ് അന്ന് രാത്രി തന്നെ പദ്ധതി നടപ്പാക്കാൻ തീരുമാനിച്ചത്. നീ യാത്രയിലായതുകൊണ്ട് ഇന്ന സ്ഥലത്തായിരുന്നു എന്ന് തെളിയിക്കാൻ പറ്റില്ല. 24-ാം തീയതിക്ക് മുമ്പ് ഔസേപ്പച്ചൻ 2 തവണ കോയമ്പത്തൂർ പോയി വന്നു. 2ാം തവണ വന്നപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, 23-ാം തീയതി കോയമ്പത്തൂർ ചെന്നാൽ പറ്റിയ ഒരു ഡെഡ് ബോഡി കിട്ടാൻ സാധ്യതയുണ്ടെന്നും മുൻപ് അവൻ്റെ വർക്ക്ഷോപ്പിൽ മെക്കാനിക്കായി നിന്നിട്ടുള്ള നാഗരാജ് അത് ഏർപ്പാടാക്കി തരാമെന്ന് സമ്മതിച്ചിട്ടുണ്ടെന്നും. അങ്ങനെ ഞങ്ങൾ 23-ാം തീയതി കോയമ്പത്തൂർ പോയി. വിൻസെൻ്റ് കസേര വലിച്ചു കൊണ്ടുവന്ന് സെബാസ്റ്റ്യൻ്റെ തൊട്ടു മുന്നിലിട്ടു. അതിലിരുന്നിട്ട് അടുത്ത സിഗരറ്റിന് തീ പിടിപ്പിച്ചു. ഒരു സിഗരറ്റ് എനിക്കെന്താ? സെബാസ്റ്റ്യൻ കൈ നീട്ടി. വിൻസെൻ്റ് വലം കൈ വീശി അയാളുടെ ചെകിടടിച്ച് ഒരടി അടിച്ചു. സെബാസ്റ്റ്യൻ കസേരയോടെ മറിഞ്ഞ് താഴെ വീണു. സീമ പെട്ടെന്ന് എണീറ്റു. വിന്നിച്ചായൻ ഇവിടെ ഇരിക്കണ്ട, സമ്മതിക്കില്ല ഞാൻ. നീ ആരാ അത് പറയാൻ? ആരാ? നീരജ, പ്ലീസ്. സീമ സഹായത്തിന് വിളിച്ചു. നീരജയും എഴുന്നേറ്റ് വന്നു. സീമയും നീരജയും കൂടി സെബാസ്റ്റ്യനെ താങ്ങി എഴുന്നേൽപ്പിച്ച് കസേരയിലിരുത്തി. വിന്നിച്ചായൻ എഴുന്നേറ്റ് പോയി സോഫയിലിരിക്കുക, ഞാനാ പറയുന്നേ, സീമ നിർബന്ധിച്ചു. വിൻസെൻ്റ് അനങ്ങിയില്ല. അല്ലെങ്കിൽ നമുക്ക് ഇതിവിടെ വെച്ച് നിർത്താം. സീമ അന്ത്യശാസനം നൽകി. വിൻസെൻ്റ് എഴുന്നേറ്റു. സിഗരറ്റ് 2-3 തവണ ആഞ്ഞു വലിച്ചിട്ട് സെബാസ്റ്റ്യൻ്റെ നേർക്ക് നീട്ടി. സെബാസ്റ്റ്യൻ പക്ഷേ വാങ്ങാൻ മടിച്ചു. വിൻസെൻറ്റിൻ്റെ കൈ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അടുത്ത നിമിഷം വിൻസെൻ്റ് സിഗരറ്റിൻ്റെ ഫിൽറ്റർ സെബാസ്റ്റ്യൻ്റെ ചുണ്ടുകൾക്കിടയിലേക്ക് കുത്തി തിരുകി. സിഗരറ്റ് ഫിൽറ്ററിലും വിൻസെൻറ്റിൻ്റെ ചൂണ്ടുവിരലിലും ചോര പുരണ്ടു. വിൻസെൻ്റ് പിന്നോട്ട് നടന്നുപോയി സോഫയിലിരുന്നു.
പറഞ്ഞോളൂ, സീമ സെബാസ്റ്റ്യനോട് പറഞ്ഞു. സെബാസ്റ്റ്യൻ സിഗരറ്റ് ആർത്തിയോടെ വലിച്ചു. അവൻ്റെ വായിൽ നിന്നും പുറത്തേക്ക് തള്ളിയ പുകയേറ്റ് സീമയ്ക്ക് ശ്വാസം മുട്ടി. അവൾ കൈപ്പടം വീശി പുകപടലങ്ങൾ അകറ്റുകയും ചുമയ്ക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഔസേപ്പച്ചൻ വിൽക്കാനിട്ടിരുന്ന ഒരു പഴയ അംബാസഡർ കാറിൽ ഞങ്ങൾ കോയമ്പത്തൂരെത്തി. സെബാസ്റ്റ്യൻ പറഞ്ഞു. രാത്രിയിൽ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയായിരുന്ന നാഗരാജനെ വിളിച്ചു കാറിൽ കയറ്റി. കാറിൽ തന്നെ മദ്യവും മറ്റും കരുതിയിട്ടുണ്ടായിരുന്നു. ആളില്ലാത്ത റോഡരികിൽ കാർ നിർത്തി നാഗരാജനെ മദ്യം കൊടുത്ത് ശരിക്ക് സൽക്കരിച്ചു. നാഗരാജനെ വീട്ടിലെത്തിക്കാമെന്ന് പറഞ്ഞ് വീണ്ടും കാറിൽ കയറ്റി യാത്രയായി. മദ്യപിച്ച് ലക്കുകെട്ട നാഗരാജ് കാറിലിരുന്ന് ഉറങ്ങിപ്പോയി. വഴിയിൽ കാർ നിർത്തിയ ശേഷം നാഗരാജിൻ്റെ കൈയും കാലും മുഖം മൂടിക്കെട്ടി ചാക്കിനുള്ളിലാക്കി ഡിക്കിയിലെടുത്തിട്ടു. പിറ്റേ ദിവസം പുലർച്ചയ്ക്ക് ഞങ്ങൾ മുളങ്കരയിലെത്തി. നാഗരാജനെ ഡിക്കിയിലിട്ട കാർ ഔസേപ്പച്ചൻ പുതുതായി പണിതുകൊണ്ടിരുന്ന വർക്ക് സൈറ്റിൽ കൊണ്ടുചെന്നിട്ടു. പിറ്റേന്ന് അവിടെ പണികളൊന്നും വേണ്ടെന്ന് ഔസേപ്പച്ചൻ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു. അന്ന് വൈകുന്നേരമാണ് ഔസേപ്പച്ചൻ നിന്നെയും എന്നെയും ഹോട്ടൽ മരിയയിലേക്ക് വിളിപ്പിച്ച് നമ്മൾ തമ്മിലുള്ള വഴക്ക് തീർക്കുന്നതായി അഭിനയിച്ചത്. ഞാൻ ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്ന് ഔസേപ്പച്ചൻ നേരത്തെ തന്നെ നിർദ്ദേശിച്ചിരുന്നു. നിന്റെ മോട്ടോർ ബൈക്ക് കേടാക്കി വെക്കാൻ ഏർപ്പാട് ചെയ്തതും ഔസേപ്പച്ചനായിരുന്നു. നമ്മൾ ഹോട്ടലിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ഔസേപ്പച്ചൻ്റെ ആൾ പാർക്കിംഗ് ഏരിയയിൽ വന്ന് വേണ്ടത് ചെയ്തിട്ട് പോയിരുന്നു. സെബാസ്റ്റ്യൻ സിഗരറ്റിൻ്റെ ഫിൽറ്റർ വരെ പുകയാഞ്ഞു വലിച്ചു. ചുണ്ടിലെ ചോരയോട് ചേർന്ന് ഒട്ടിയ സിഗരറ്റ് ഫിൽറ്റർ അയാൾ തുപ്പിക്കളഞ്ഞു. ഔസേപ്പച്ചൻ്റെ നിർദ്ദേശപ്രകാരം നിന്നെ എൻ്റെ കാറിൽ കയറ്റി കോട്ടയത്തിന് കൊണ്ടുപോയി. ഇടയ്ക്ക് നിർത്തി ടയറിന് കാറ്റടിപ്പിച്ചതും പാമ്പാടി അടുക്കാറായപ്പോൾ കാറിലെ പെട്രോൾ തീർന്നതായി ഭാവിച്ചതും നേരത്തെ കരുതി വെച്ചിരുന്ന പെട്രോൾ ക്യാൻ തന്നയച്ച് പമ്പിൽ നിന്ന് നിന്നെക്കൊണ്ട് തന്നെ പെട്രോൾ വാങ്ങിപ്പിച്ചതും നിനക്കെതിരെ തെളിവുണ്ടാക്കാൻ വേണ്ടിയായിരുന്നു. നിന്നെ റെയിൽവേ സ്റ്റേഷനിൽ വിട്ട ശേഷം ഞാൻ പാതിരാ നേരത്തെ 26-ാം മൈലിലെത്തി. ഔസേപ്പച്ചൻ്റെ കാർ നേരത്തെ പറഞ്ഞതനുസരിച്ച് അവിടെ കാത്തു കിടപ്പുണ്ടായിരുന്നു. ഞങ്ങൾ ഒരു പോക്കറ്റ് റോഡിലേക്ക് കാറുകൾ മാറ്റിയിട്ടു. ഔസേപ്പച്ചൻ്റെ കാറിൻ്റെ ഡിക്കിയിൽ നിന്ന് നാഗരാജനെ തൂക്കിയെടുത്ത് ബെൻസ് കാറിൻ്റെ മുൻസീറ്റിലിരുത്തി. കൈകാലുകളും വായും ബന്ധിച്ചിരുന്നെങ്കിലും അയാൾക്ക് അപ്പോഴും ജീവനുണ്ടായിരുന്നു. ഡാനിയോട് ഔസേപ്പച്ചൻ്റെ കാറിൽ 10 മിനിറ്റ് കഴിഞ്ഞ് പിറകെ വരാൻ പറഞ്ഞിട്ട് ഞങ്ങൾ ബെൻസ് കാറിൽ മുമ്പേ പോയി. കാർ ഓടുന്നതിനിടയിൽ തന്നെ പിൻസീറ്റിലിരുന്ന ഔസേപ്പച്ചൻ മുൻസീറ്റിലിരുന്ന നാഗരാജൻ്റെ കഴുത്തിൽ ചരടിട്ട് മുറുക്കി. പിടഞ്ഞുകൊണ്ടിരുന്ന നാഗരാജനെ കുമാർ വട്ടം പിടിച്ചു. ലക്കൻ സിംഗ് എല്ലാം കേട്ടുകൊണ്ട് ഹാൾ റൂമിൻ്റെ ഏറ്റവും പിറകിൽ മാറത്ത് കൈകൾ കെട്ടി നിന്നു. ഭാഷയറിയാത്തതിനാൽ അവിടെ നടക്കുന്നത് എന്താണെന്ന് അയാൾക്ക് ശരിക്കും മനസ്സിലായില്ല. കഴുത്തിൽ ചരടിട്ട് മുറുക്കിയാണോ നാഗരാജനെ കൊന്നത്? സീമ ചോദിച്ചു. അല്ല, സെബാസ്റ്റ്യൻ പറഞ്ഞു. മൽപ്പിടുത്തത്തിനിടയിൽ നാഗരാജൻ്റെ ഒരു കൈ കഴുത്തിലെ ചരടിൽ പിടികൂടി. ഔസേപ്പച്ചൻ പെട്ടെന്ന് പിൻസീറ്റിൽ കിടന്ന ടർക്കിഷ് ടവലെടുത്ത് അതുകൊണ്ട് നാഗരാജൻ്റെ വായും മൂക്കും പൊത്തിപ്പിടിച്ചു. കുമാർ വട്ടം പിടിച്ചിരുന്നതിനാലും കാലുകൾ അപ്പോഴും കെട്ടിയിട്ടിരുന്നതിനാലും നാഗരാജനൊന്നും ചെയ്യാൻ പറ്റിയില്ല. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും അയാളുടെ പിടച്ചിൽ നിലച്ചു. ഔസേപ്പച്ചൻ അവൻ്റെ മുഖംമൂടി അമർത്തിപ്പിടിച്ചിരുന്ന ടർക്കി ടവൽ മാറ്റി. കഴുത്തൊടിഞ്ഞ പോലെ അവൻ്റെ തല നെഞ്ചിലോട്ട് തൂങ്ങിക്കിടന്നു. ആ രംഗം മനക്കണ്ണിൽ കണ്ടിട്ടെന്നപോലെ സെബാസ്റ്റ്യൻ 2 നിമിഷം ഭയചകിതനായിരുന്നു. ഔസേപ്പച്ചനാണ് നാഗരാജനെ കൊന്നത് അല്ലേ? സീമ ചോദിച്ചു. കുമാറും കൂടി ചേർന്ന കൊല നടത്തിയത്. നാഗരാജ് മരിച്ചെന്ന് മനസ്സിലായ ഉടനെ ഔസേപ്പച്ചൻ എന്നോട് റോഡരികിൽ വണ്ടി നിർത്താൻ പറഞ്ഞു. ഞാൻ വണ്ടി നിർത്തി. ശവം തണുത്തു കഴിഞ്ഞാൽ വഴങ്ങില്ലെന്നും പറഞ്ഞ ഔസേപ്പച്ചൻ വേഗം നാഗരാജൻ്റെ ദേഹത്തു നിന്നും വസ്ത്രങ്ങളെല്ലാം അഴിച്ചുമാറ്റി. എന്നോടും ഡ്രസ്സ് മാറാൻ പറഞ്ഞു. എൻ്റെ ഡ്രസ്സ് മുഴുവൻ അഴിച്ച് നാഗരാജൻ്റെ ശവത്തെ ധരിപ്പിച്ചു. എനിക്ക് മാറി ധരിക്കാനുള്ള ഡ്രസ്സ് ഔസേപ്പച്ചൻ കൊണ്ടുവന്നിരുന്നു. എൻ്റെ കഴുത്തേൽ കിടന്ന മാലയും കയ്യിൽ കിടന്ന വാച്ചും മോതിരവും എല്ലാം എടുത്ത് നാഗരാജനെ അണിയിച്ചു. എന്നിട്ട് നാഗരാജനെ എടുത്ത് കാറിലിട്ടു. ഞങ്ങൾ കാർ ഓടിച്ച് തുരുത്തേൽ പാലത്തിലെത്തി. കൈവരിയില്ലാത്ത പാലത്തിൻ്റെ വിളിമ്പിൽ കൊണ്ടുചെന്ന് വണ്ടി നിർത്തി. ഞങ്ങളെല്ലാം ഇറങ്ങി. എപ്പോഴോ വിന്നിച്ചൻ്റെ കയ്യിൽ നിന്ന് കൈക്കലാക്കി വെച്ചിരുന്ന പെൻ ടോർച്ച് എടുത്തുകൊണ്ട് ഔസേപ്പച്ചൻ കാറിൽ പിന്നെയും കയറി. ഔസേപ്പച്ചൻ അതിനകത്ത് എന്താ ചെയ്തതെന്ന് ഞാൻ കണ്ടില്ല. ഔസേപ്പച്ചൻ പുറത്തിറങ്ങിയിട്ട് കുമാറിൻ്റെ സഹായത്തോടെ നാഗരാജൻ്റെ ശവം എടുത്ത് ഡ്രൈവിംഗ് സീറ്റിൽ ഇരുത്തി. കാലിലെ കെട്ടും വായിൽ തിരികെ വെച്ചിരുന്ന തുണിയും മാറ്റി. നേരത്തെ വിന്നിയെക്കൊണ്ട് വാങ്ങിപ്പിച്ച കാറിൻ്റെ ഡിക്കിയിൽ വെച്ചിരുന്ന പെട്രോൾ എടുത്ത് നാഗരാജൻ്റെ ദേഹത്തും കാറിൻ്റെ മുൻസീറ്റിലും പിൻസീറ്റിലും എല്ലാം ഒഴിച്ചു. കാറിൻ്റെ ഒരു വശത്തെ ചില്ല് തുറന്നു വെച്ചിട്ട് ഔസേപ്പച്ചൻ ഞങ്ങളോട് മാറി നിൽക്കാൻ പറഞ്ഞു. ഞങ്ങൾ മാറി നിന്നു. ഔസേപ്പച്ചൻ തീപ്പെട്ടി ഉരച്ച് കാറിനകത്തോട്ടെറിഞ്ഞു. ആദ്യത്തെ കൊള്ളി കാറിൽ വീണതും വലിയൊരു ശബ്ദത്തോടെ തീ ആളിപ്പടർന്നു.
ഞങ്ങൾ 3 പേരും കൂടെ കാറിൻ്റെ പിറകിൽ പിടിച്ച് മുന്നോട്ട് തള്ളി. സ്റ്റിയറിംഗ് തിരിച്ചു വെച്ച് ന്യൂട്രൽ ഗിയറിൽ ഇട്ടിരുന്നത് കൊണ്ട് കാർ ഉരുണ്ട് ചെന്ന് ആറ്റിലോട്ട് മറിഞ്ഞു. വെള്ളമില്ലാത്ത ഭാഗത്ത് വീഴത്തക്ക വിധമാണ് കാറ് നിർത്തിയിരുന്നത്. കാറ് വെള്ളത്തിൽ വീണ് തീ കെടരുതെന്ന് ഔസേപ്പച്ചൻ നേരത്തെ കണക്കുകൂട്ടി വെച്ചിരുന്നു. താഴെ വീണ കാറിൽ നിന്ന് തീ പാലത്തിന് മുകളിലേക്ക് കത്തിക്കയറി. ഞങ്ങൾ വേഗം പാലത്തിനക്കരയ്ക്ക് ഓടി. അപ്പോഴേക്കും ഡാനി കാറുമായി എത്തി. ഞങ്ങൾ ഉടൻ അതിൽ കയറി പൊൻകുന്നത്തിന് പോയി. കാറിലിരുന്നുകൊണ്ട് ഔസേപ്പച്ചൻ പറഞ്ഞു, നീ മരിച്ചു കഴിഞ്ഞടാ സെബാനേന്ന്. അതുപോലൊരു പേടി. ഡോബിയാക്കി ഖാനിൽ വെച്ച് ഔസേപ്പച്ചൻ എന്നെ കല്ലും കെട്ടി വെള്ളത്തിൽ താഴ്ത്താൻ തുടങ്ങിയപ്പോൾ പോലും പേടിച്ചിട്ടില്ല. ശ്വാസം പിടിച്ചിരുന്ന നീരജ ഒരു നെടുവീർപ്പയച്ചു. വിൻസെൻ്റ് എഴുന്നേറ്റ് ഒരു സിഗരറ്റ് കൂടി കത്തിച്ചു. വിന്നിച്ചായൻ ഇങ്ങോട്ട് വരണ്ട, സീമ അവനോട് പറഞ്ഞു. വിൻസെൻ്റ് അത് കേട്ടതായി തോന്നിയില്ല. ലക്കൻ സിംഗ്, സീമ വിളിച്ചു. രാംലക്കൻ മുന്നോട്ട് വന്നു. വിൻസെൻറ്റിനെ നോക്കിക്കൊള്ളാൻ പറഞ്ഞിട്ട് സീമ വീണ്ടും സെബാസ്റ്റ്യനെ നോക്കി. ഔസേപ്പച്ചൻ പൊൻകുന്നത്തെ ഒരു ആളൊഴിഞ്ഞ വീട്ടിലോട്ടാണ് എന്നെ കൊണ്ടുപോയത്. ഭയന്ന് വിറച്ചിരുന്ന എന്നെക്കൊണ്ട് ഔസേപ്പച്ചൻ കുറേ ബ്രാൻഡി കുടിപ്പിച്ചു. അവിടെ കിടന്നുറങ്ങിക്കൊള്ളണമെന്നും താൻ തിരിച്ചെത്തുന്നത് വരെ പുറത്തിറങ്ങരുതെന്നും വാതിലും ജനലും ഒന്നും തുറക്കരുതെന്നും പറഞ്ഞിട്ട് ഔസേപ്പച്ചനും ഡാനിയും കുമാറും കൂടി വീട് പുറമേ നിന്ന് പൂട്ടി താക്കോലുമായി പോയി. ആ രാത്രിയും പിറ്റേന്ന് പകലും മുഴുവൻ ഞാൻ ഒറ്റയ്ക്ക് ആ വീട്ടിനകത്ത് കിടന്നു. പിറ്റേ ദിവസം രാത്രിയിൽ ഔസേപ്പച്ചനും ഡാനിയും കുമാറും കൂടി അവിടെ വന്നു. ഞാൻ കൊല്ലപ്പെട്ട വിവരം നാട് മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞെന്ന് അവൻ എന്നോട് പറഞ്ഞു. വിന്നിയെ പോലീസ് അറസ്റ്റ് ചെയ്തെന്നും പറഞ്ഞു. വിന്നിയാണ് എന്നെ കൊലപ്പെടുത്തിയതെന്ന് സകലരും വിശ്വസിച്ചിരിക്കുകയാണെന്നും അതങ്ങനെ തന്നെ ഇരിക്കുന്നതാ നമുക്ക് നല്ലതെന്നും അവൻ പറഞ്ഞു. അപ്പോഴാ ഞാൻ അവനോട് പറഞ്ഞത്, ആരൊക്കെ വിശ്വസിച്ചാലും റോസ്മേരി മാത്രം വിശ്വസിക്കില്ലെന്ന്. അവനത് കേട്ടപ്പം നടുങ്ങിപ്പോയി. അതെന്തുകൊണ്ടാണെന്ന് അവൻ എന്നോട് ചോദിച്ചു. ഒരു ശവം സംഘടിപ്പിച്ച് ഞാൻ മുങ്ങാൻ പ്ലാനിട്ടിട്ടുണ്ടെന്നുള്ള വിവരം മുമ്പേ തന്നെ റോസ്മേരിയോട് പറഞ്ഞു പോയതായി ഞാൻ സമ്മതിച്ചു. അതോടെ ഔസേപ്പച്ചന് വേവലാതിയായി. എന്നിട്ട് ആ വിവരം നീ എന്താടാ കഴിവേറി നേരത്തെ പറയാഞ്ഞതെന്നും ചോദിച്ച് എന്നെ ചീത്ത വിളിച്ചുകൊണ്ട് അവൻ ആ വീട്ടിനകത്തൂടെ ഭ്രാന്ത് പിടിച്ച പോലെ നടന്നു. തൽക്കാലം റോസ്മേരി ആരോടും സത്യം പറയില്ലെന്ന് ഞാൻ അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. അവനൊന്നും മിണ്ടാതെ കുമാറിനെയും ഡാനിയെയും കൂട്ടി വീടും പൂട്ടി പുറത്തുപോയി. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നു. 1 മിനിറ്റ്, വീഡിയോഗ്രാഫർ ഫിലിപ്പ് പറഞ്ഞു. സീമയും നീരജയും അനിതാ ശർമ്മയും അയാളെ നോക്കി. കാസറ്റ് തീർന്നു, വേറെ മാറിയിടണം. ഫിലിപ്പ് അയാളുടെ ബാഗ് തുറന്ന് പുതിയ VHS എടുത്തു. റെക്കോർഡ് ചെയ്ത കാസറ്റ് മാറ്റിയ ശേഷം പകരം പുതിയതിട്ടു. വീണ്ടും ക്യാമറ പ്രവർത്തിപ്പിച്ചിട്ട് അയാൾ പറഞ്ഞു, ഓക്കേ. അവർ തിരിച്ചു വന്നിട്ട് സീമ ചോദിച്ചു. നമുക്ക് അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോകണമെന്നും പറഞ്ഞ് അവരെന്നെയും കാറിൽ കയറ്റി. ആ രാത്രി തന്നെ മുളങ്കരയ്ക്ക് കൊണ്ടുപോയി. റോസ്മേരിയുടെ വീട്ടിലോട്ട് അവരെന്നെ കൊണ്ടുപോയത്. ഓ, അതും ഔസേപ്പച്ചൻ്റെ പ്ലാനായിരുന്നോ? സീമ ഉദ്വിഗ്നയായി. എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് സത്യത്തിൽ എനിക്കറിയില്ലായിരുന്നു. റോസ്മേരിയുടെ വീട്ടിൽ മുമ്പും പലതവണ ഞാൻ രാത്രിയിൽ പോയിട്ടുണ്ട്, ആരും കാണാതെ. അവൾ കിടക്കുന്ന റൂമിൻ്റെ ജനലിനടുത്ത് ചെല്ലാനുള്ള വഴിയും എനിക്കറിയാം. ഔസേപ്പച്ചൻ എന്നോട് പറഞ്ഞു റോസ്മേരിയെ വിളിക്കാൻ. ഞാൻ ജനലിനടുത്ത് ചെന്ന് ചില്ലിൽ തട്ടി വിളിച്ചു. റോസ്മേരി എഴുന്നേറ്റ് വന്ന് ജനൽ തുറന്നു നോക്കി. എന്നെ കണ്ട് അവളൊന്ന് ഞെട്ടിയെന്ന് തോന്നി. ആ സമയം ഔസേപ്പച്ചനും കുമാറും ഡാനിയും വാതിലിനടുത്തോട്ട് മാറി നിന്നു. റോസ്മേരി വന്ന് പുറകിലെ വാതിൽ തുറന്നു തന്നു. ഞാൻ അകത്ത് കയറിയ ഉടനെ ഔസേപ്പച്ചനും ഡാനിയും കുമാറും പിന്നാലെ കയറി വന്നു. അവരെ കണ്ടപ്പോൾ റോസ്മേരിക്ക് സംശയമായി. എന്താ ഇതൊക്കെയെന്ന് എന്നോട് ചോദിച്ചു. പേടിക്കണ്ട, ഞങ്ങൾ ഇവനെയും കൊണ്ട് ഇന്ന് രാത്രി ഇവിടുന്ന് മുങ്ങാൻ പോവുക. അതിനു മുമ്പ് റോസ്മേരിയോട് ചില കാര്യങ്ങൾ പ്രത്യേകം പറഞ്ഞ് ഏൽപ്പിക്കാനുണ്ട് എന്ന് ഔസേപ്പച്ചൻ പറഞ്ഞു. ഞങ്ങൾ റോസ്മേരിയുടെ മുറിയിൽ ചെന്നു. ഔസേപ്പച്ചൻ ഞങ്ങൾക്ക് ഇരിക്കാൻ കസേര നീക്കിയിട്ട് തന്നു. ഞാനും റോസ്മേരി ഇരുന്നു. ഞാൻ മരിച്ചെന്ന് മുളങ്കര മുഴുവൻ അറിഞ്ഞിട്ടും താൻ മാത്രം അത് വിശ്വസിച്ചില്ലെന്ന് റോസ്മേരി എന്നോട് പറഞ്ഞു. വിന്നിച്ചനെ എന്തിനാണ് കരുവാക്കിയെന്ന് ചോദിച്ച് അവൾ എന്നെ കുറ്റപ്പെടുത്തി. ഈ ചെയ്തത് ഭയങ്കര ചതിയായിപ്പോയെന്ന് അവൾ പറഞ്ഞു. ഈ സമയം റോസ്മേരിയുടെ പിറകിൽ നിന്ന് ഔസേപ്പച്ചൻ പെട്ടെന്ന് അവളുടെ മുടിക്ക് കുത്തിപ്പിടിച്ച് തല പിന്നോട്ട് മലർത്തി. കസേരയ്ക്ക് പിറകിൽ മുട്ടുകുത്തി നിന്ന് ഡാനി അവളെ അനങ്ങാൻ വയ്യാത്ത പോലെ കസേരയോട് ചേർത്ത് വട്ടം വരിഞ്ഞു മുറുക്കി. ഞാനിതെല്ലാം കണ്ട് ഞെട്ടി വിറച്ചു പോയി. സെബാസ്റ്റ്യൻ കിതച്ചുകൊണ്ട് നിർത്തി. പറഞ്ഞ് തൊലക്കട കഴിവേറി ബാക്കിയും കൂടെ. രോഷാകുലനായി വിൻസെൻ്റ് മുന്നോട്ട് വന്നു. രാംലക്കൻ അവനെ തടയാനായി ഒപ്പം തന്നെ നിന്നു.
എടുത്തു കൊടുക്കട അവൻ്റെ കയ്യിലോട്ടെന്ന ഔസേപ്പച്ചൻ കുമാറിനോട് അമറുന്നത് ഒരു പേക്കിനാവിലെന്ന പോലെയാ ഞാൻ കേട്ടത്. കുമാർ ഒരു കുപ്പിയുടെ അടപ്പ് തുറന്ന് കുപ്പി എൻ്റെ കയ്യിലോട്ട് തന്നു. എന്നിട്ട് കുമാർ റോസ്മേരിയുടെ വായും മൂക്കും ഗ്ലൗസ് ഇട്ട കൈപ്പത്തി കൊണ്ട് പൊത്തിപ്പിടിച്ചു. അവൾ ശ്വാസം മുട്ടി പിടയ്ക്കാൻ തുടങ്ങി. കുമാർ അവളുടെ മൂക്ക് മാത്രം പൊത്തിപ്പിടിച്ച് വാ മൂടിയ കൈ അയച്ചു. പ്രാണശ്വാസം കിട്ടാതിരുന്ന റോസ്മേരി വാ പൊളിച്ച് ശ്വാസം വലിക്കാൻ തുടങ്ങി. ഒഴിച്ചു കൊടുക്കടാ എന്ന ഔസേപ്പച്ചൻ എന്നെ നോക്കി അലറി. അവനെ അനുസരിക്കുകയല്ലാതെ എൻ്റെ മുമ്പിൽ വേറെ വഴിയൊന്നുമില്ലായിരുന്നു. ഞാൻ അവളുടെ തുറന്ന വായിലോട്ട് കുപ്പി കമിഴ്ത്തി. അവൾ കാർക്കിച്ചെങ്കിലും തല പിറകോട്ട് മലർത്തി പിടിച്ചിരുന്നാൽ തുപ്പിക്കളയാൻ കഴിഞ്ഞില്ല. കുറേ സമയം അവൾ അതിറക്കാതെ വായിലിട്ടുകൊണ്ടിരുന്നു. പക്ഷേ മൂക്ക് പൊത്തിപ്പിടിച്ചിരുന്നതിനാൽ വായിലൂടെ ശ്വാസമെടുക്കാതെ നിവൃത്തിയില്ലായിരുന്നു. ശ്വാസമെടുത്തത് കൂടെ കുറേ വിഷവും അവളുടെ തൊണ്ടയിൽ കൂടി ഇറങ്ങി. 2-3 പ്രാവശ്യം ശ്വാസം എടുത്തപ്പോഴേക്ക് മുഴുവൻ വിഷവും അകത്തു ചെന്നു. അവളുടെ ശക്തി ക്ഷയിച്ചു തുടങ്ങിയപ്പോൾ ഡാനിയും ഔസേപ്പച്ചനും പിടി അയച്ചു. എന്നാലും കസേരയിൽ നിന്ന് എഴുന്നേൽക്കാനൊന്നും സമ്മതിച്ചില്ല. നീ ഇനി ഇവിടെ വേണ്ട, പുറത്തുപോയി നിൽക്കുക എന്ന് ഔസേപ്പച്ചൻ എന്നോട് പറഞ്ഞു. റോസ്മേരി പതുക്കെ തല തിരിച്ച് എന്നെ ഒന്ന് നോക്കി. എൻ്റെ മരണം വരെ ഞാൻ ആ നോട്ടം മറക്കുകയില്ല. എനിക്ക് സഹിക്കാൻ പറ്റിയില്ല വിന്നിച്ച. കരഞ്ഞോണ്ടാ ഞാൻ ആ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. സെബാസ്റ്റ്യൻ പെട്ടെന്ന് വിതുമ്പി കരയാൻ തുടങ്ങി. വിൻസെൻ്റ് സെബാസ്റ്റ്യനെ അടിക്കാനായി മുന്നോട്ട് ചാടി. ലക്കൻസിംഗ് പെട്ടെന്ന് അവനെ കയറി പിടിച്ചു. വിടരുത്, സീമ നിർദ്ദേശിച്ചു. കരയുന്നോടാ പിശാചേ, അതിനുള്ള യോഗ്യതയുണ്ടോടാ നിനക്ക്? വിൻസെൻ്റ് നിന്ന നിൽപ്പിൽ കാൽ മടക്കി അടിച്ചു. സീമയോ ലക്കൻസിംഗോ അത് പ്രതീക്ഷിച്ചില്ല. സെബാസ്റ്റ്യൻ്റെ പിടലിക്കാണ് കാൽപാദം വന്നിടിച്ചത്. നോവൽ നാളെ തുടരും.